സൊല്യൂഷൻസ്. ഹെഡിങ് കൊടുക്കുക, വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ്. ലിക്വിഡ് സൊല്യൂഷൻസിന്റെ വേപ്പർ പ്രഷറിനെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത്. ഓക്കെ, കൂടുതൽ ശ്രദ്ധിക്കുക. അതായത് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പാത്രം എടുക്കുക. പാത്രത്തിൽ എന്താണ്, ഒരു ലിക്വിഡ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലിക്വിഡ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. പാത്രത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് ലിക്വിഡ് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ബോർഡിൽ ശ്രദ്ധിക്കുക. ലിക്വിഡ്, ഈ പാത്രം നമ്മൾ എന്ത് ചെയ്യാണ്, അടച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാ ടെമ്പറേച്ചറിലും നടക്കുന്ന പ്രോസസ്സാണ് എന്ത്, ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇവാപ്പറേഷൻ? അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ ലിക്വിഡ് മോളിക്യൂൾസ്, അടിയിലുള്ള ലിക്വിഡ് മോളിക്യൂൾസ് പതിയെ പതിയെ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും, ഗേഷ്യസ് ഫേസിലേക്ക് വരാനായിട്ട് തുടങ്ങും. അപ്പൊ മുകളിലുള്ള ലിക്വിഡ് മോളിക്യൂൾസിന്റെ എണ്ണം പതുക്കെ പതുക്കെ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്, കൂടാനായിട്ട് തുടങ്ങുകയാണ്. മുകളിലുള്ള ലിക്വിഡ് മോളിക്യൂൾസിന്റെ എണ്ണം പതുക്കെ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങാണ്, കൂടുകയാണ്. കുഴപ്പമില്ലല്ലോ. ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. ഒരു പാത്രം എടുത്തു, കുറച്ച് ലിക്വിഡ് എടുത്തു, ക്ലോസ്ഡ് വെസലാണ്. എന്ത് വെസലാ? ക്ലോസ്ഡ് വെസലാണ് കേട്ടോ. ഈ ക്ലോസ്ഡ് വെസലില് പതിയെ പതിയെ ഈ ലിക്വിഡ് മോളിക്യൂൾസ് വേപ്പർ ഫേസിലേക്ക് മാറാനായിട്ട് തുടങ്ങുകയാണ്. ഇവാപ്പറേഷൻ, ബോയിലിംഗ് അല്ല, ജസ്റ്റ് ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് എല്ലാ ടെമ്പറേച്ചറിലും നടക്കുന്നതാണ്. നല്ല മഴക്കാലത്ത് നമ്മളിവിടെ കുറച്ച് കിണ്ണത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് പോയി കഴിഞ്ഞാൽ ഒരു 4 മാസം വന്ന് നോക്കി കഴിഞ്ഞാൽ വെള്ളം അവിടെ ഉണ്ടാവും? ഇല്ല. ഈവൻ മഴക്കാലാണെങ്കിലും ആ വെള്ളം എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. മലയാളത്തിൽ ബാഷ്പീകരണം എന്ന് പറയും, ബോയിലിംഗ് അല്ല, അല്ലേ? അപ്പൊ നമ്മള് തുണി നനഞ്ഞിട്ട് ഇടുന്നു. മഴക്കാലത്താണെങ്കിലും തുണി നമ്മൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറെ ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉണങ്ങും. വെള്ളം പോകണ്ട എന്നിട്ട്, അല്ലേ? വെയിൽ കൊള്ളുന്ന നിർബന്ധം ഇല്ലേ? ഈവൻ വെയിൽ കൊള്ളുമ്പോഴായാലും ഇവാപ്പറേഷൻ ആണ്, ബോയിലിംഗ് അല്ല, അല്ലേ? ഭയങ്കര നനഞ്ഞ തുണി നമ്മൾ വെയിലത്തിടുമ്പോൾ അത് ഉണങ്ങി കിട്ടുന്നത് ഇവാപ്പറേഷൻ ആണോ ബോയിലിംഗ് ആണോ? ഇവാപ്പറേഷൻ. ബോയിലിംഗ് ആണെങ്കിൽ എത്ര ഡിഗ്രി ടെമ്പറേച്ചർ വേണം? 100 ഡിഗ്രി ടെമ്പറേച്ചർ വേണം. വെള്ളം തിളച്ചു പോകണമെന്നല്ല അവിടെ. ഇവാപ്പറേഷൻ. അപ്പൊ ഇതിങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ പതിയെ പതിയെ മുകളിലെ വേപ്പർ ഫേസിൽ ലിക്വിഡ് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ വേപ്പർ ഫേസിൽ ലിക്വിഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, മുകളിലുള്ള ആ ലിക്വിഡിന്റെ വേപ്പർ ഫേസിൽ ഉണ്ടാകുന്ന പ്രഷർ കൂടുകയോ കുറയോ? ലിക്വിഡ് സർഫസിന്റെ മുകളിലേക്കുള്ള പ്രഷർ കൂടുകയോ കുറയോ? ആദ്യം എല്ലാ മോളിക്യൂൾസ് മുകളിൽ ഉണ്ടായിരുന്ന? ഇല്ല. ഇപ്പൊ മോളിക്യൂൾസ് ഉണ്ടോ? ഉണ്ട്. ആ മോളിക്യൂൾസ് പരസ്പരം മൂവ് ചെയ്യും, അവർ പരസ്പരം കൊളൈഡ് ചെയ്യും, അവര് ഇതിന്റെ സർഫസിൽ വന്ന് കൊളൈഡ് ചെയ്യും, ലിക്വിഡ് സർഫസിൽ വന്ന് കൊളൈഡ് ചെയ്യും. ശരിയല്ലേ? ആണോ? അപ്പൊ ഈ ലിക്വിഡ് സർഫസിൽ വന്ന് കൊളൈഡ് ചെയ്യുക എന്ന് പറയുമ്പോ ഈ ലിക്വിഡ് സർഫസിന്റെ മുകളിലേക്ക് എന്ത് വരികയാണ്, പ്രഷർ വരികയാണ്. അപ്പൊ പ്രഷർ പതിയെ പതിയെ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും, കൂടി വരാനായിട്ട് തുടങ്ങും. അപ്പൊ ഇനീഷ്യലി മോളിക്യൂൾസ് പതുക്കെ പതുക്കെ മുകളിലേക്ക് വരികയാണ്. മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് ആ ലിക്വിഡിന്റെ വേപ്പർ ഫേസിലുള്ള പോർഷൻ, ആ ലിക്വിഡിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന പ്രഷർ പതിയെ പതിയെ എന്ത് ചെയ്യും, കൂടി വരും. പ്രഷർ ഗ്രാജുവലി ഇൻക്രീസസ്. കുഴപ്പമില്ലല്ലോ. പ്രഷർ പതുക്കെ പതുക്കെ കൂടി വരികയാണ്. ഇനി എന്താ സംഭവിക്കുക, ഒരു പോയിന്റ് എത്തുമ്പോ മുകളില് ഭയങ്കര തിരക്കാവും. നല്ല തിരക്കായി മുകളിൽ. ആ തിരക്കാകുമ്പോ പിന്നെ എന്താ സംഭവിക്കുക, പിന്നെ ഒരു എക്സ്ട്രാ മോളിക്യൂള് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോ അപ്പോൾ തന്നെ ഒരു മോളിക്യൂള് കണ്ടൻസേഷന് വിധേയമാവണം. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വേപ്പർ ഫേസ് നിന്ന് തിരിച്ചെങ്ങോട്ട് വരികയാണ്, ലിക്വിഡ് ഫേസിലേക്ക് വരികയാണ്. നമ്മുടെ ആ കാറിൽ കയറുന്ന അവസ്ഥ, ഇവിടുന്ന് കയറി കാറ് നിറഞ്ഞു, ഇനി ഒരാൾ ഇവിടുന്ന് കയറിയാൽ മറ്റാൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് തെറിച്ചു പോകും എന്ന് പറയുന്ന പോലെ മുകളിൽ ഫില്ലായി. വേപ്പർ ഫേസ് വന്ന് ആ മാക്സിമം മോളിക്യൂൾസ് മുകളിലേക്ക് നിൽക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ആയി. ഇനി ഒരു എക്സ്ട്രാ മോളിക്യൂൾ ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിൽക്കാൻ സ്ഥലം ഉണ്ടാ? ഇല്ല. അപ്പൊ എന്താ സംഭവിക്കുക, ഓൾറെഡി വേപ്പർ ഫേസിലുള്ള ഒരു മോളിക്യൂൾ എന്ത് ചെയ്യണം, തിരിച്ചെങ്ങോട്ട് ഇറങ്ങണം, ലിക്വിഡ് ഫേസിലേക്ക് ഇറങ്ങണം. അതിനെ നമുക്ക് എന്തെന്ന് പറയാം, കണ്ടൻസേഷൻ. എന്താണ് കണ്ടൻസേഷൻ? അപ്പൊ ഒരു ഇക്വിലിബ്രിയം ആവാണ്. ഒരു പോയിന്റ് എത്തുമ്പോ ഒരു ഇക്വിലിബ്രിയം ആണ്. എന്ത് ഇക്വിലിബ്രിയം ആണ് ആവുന്നത്, റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് എന്താണ്, കണ്ടൻസേഷൻ. റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഏതിനോട് ഈക്വൽ ആവാണ്, റേറ്റ് ഓഫ് കണ്ടൻസേഷനോട് ഈക്വൽ ആവാണ്. അതായത് മുകളിലേക്ക് പോകുന്ന ആളുകളുടെ അളവും തിരിച്ച് താഴേക്ക് വരുന്ന ആളുകളുടെ അളവും എന്താവും, ഈക്വൽ ആവും. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മുകളിലുള്ള നമ്പർ ഓഫ് ഗേഷ്യസ് മോളിക്യൂൾസിന്റെ എണ്ണം എന്തായിരിക്കും, നമ്പർ ഓഫ് ഗേഷ്യസ് മോളിക്യൂൾസിന്റെ എണ്ണം എന്തായിരിക്കും, പറഞ്ഞേ. ഗേഷ്യസ് മോളിക്യൂളിന്റെ എണ്ണം
കോൺസ്റ്റന്റ് ആവും. അതായത് ഇപ്പൊ 1000 മോളിക്യൂള് എത്തിയപ്പോഴാണ് ഇക്വിലിബ്രിയം ആയത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ എത്ര തന്നെയാണ്? ഓൾവേസ് മുകളിൽ എത്ര തന്നെയാണ്? 1000 തന്നെയാണ്. മുകളിൽ എത്ര തന്നെയാണ്? 1000 തന്നെയാണ്. ശരിയല്ലേ? കാരണം എന്താ? ഒരെണ്ണം മുകളിലേക്ക് പോകുമ്പോ അപ്പൊ തന്നെ ഒരെണ്ണം എന്താണ്? താഴേക്ക് വരിക. സമയത്തിന് വരണട്ടാ കേട്ടാ, എന്നിട്ട് വരണേ. ഉറക്കത്തിൽ പെട്ടതാ, കണ്ടറിയാം. ശരിയല്ലേ? സമയത്തിന് വരണട്ടാ. ഒരു 1 മണിക്കൂർ നിൽക്കാൻ പറയൂട്ടാ ഞാൻ. സമയം കളയാൻ എത്ര മണിയായി? 7 സമയത്തിന് വരണട്ടോ. അപ്പൊ എന്താ? 1000 മോളിക്യൂളായി അല്ലെ? അപ്പൊ മുകളിൽ ഇപ്പൊ എത്ര മോളിക്യൂളായി? പറഞ്ഞേ, മുകളിൽ ഇപ്പൊ എത്ര മോളിക്യൂളായി? പറയടാ. 1000 മോളിക്യൂളായി. അപ്പൊ ഈ 1000 മോളിക്യൂൾ ഉണ്ടാക്കണ ഒരു എന്തുണ്ടാവും? ഈ 1000 മോളിക്യൂള് ആ ലിക്വിഡ് സർഫസിന്റെ മുകളിലേക്ക് ഉണ്ടാക്കുന്ന എന്തുണ്ടാവും? ഒരു പ്രഷർ ഉണ്ടാവും. അതിന് കോൺസ്റ്റന്റ് പ്രഷർ അല്ലേ? ആദ്യം എന്താ? പ്രഷർ പതിയെ പതിയെ എന്ത് ചെയ്തു? കൂടി വന്നു. മുകളിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം ഒരു കോൺസ്റ്റന്റ് നമ്പറിൽ എത്തി. പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? പിന്നെ ആളുകൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി അല്ലെ? ഇക്വിലിബ്രിയം ആകുമ്പോ. അപ്പൊ പ്രഷർ എന്തായി? പറയേ, പ്രഷർ എന്തായി? കോൺസ്റ്റന്റ് പ്രഷറായി. ആ കോൺസ്റ്റന്റ് പ്രഷർ ആയി കഴിഞ്ഞാൽ ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ആ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ. എന്താണ് ആ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്? ക്ലിയർ? അപ്പൊ എന്താണ് ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ? എപ്പോഴാണ്? വായിച്ചേ. Rate of evaporation become rate of condensation. The pressure on the surface of the liquid become constant. Such pressure is called എന്താണ്? Vapor pressure of that liquid. ആ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ ആണ് അല്ലെ? ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ. ഇപ്പോ വേറെ ലിക്വിഡ് എടുക്കുകയാണെങ്കിലും സെയിം വാല്യൂ ആയിരിക്കണം എന്നുണ്ടാ? ഇല്ല. ചിലപ്പോ ചില ഫ്ലൂയിഡ്സ്, ചില ലിക്വിഡ്സ് ഒന്നുകൂടെ നന്നായിട്ട് എന്ത് ചെയ്യും? ചിലപ്പോ ഇവാപറേറ്റ് ചെയ്യുമായിരിക്കും. അവരുടെ ഇക്വിലിബ്രിയത്തിൽ ചിലപ്പോൾ 2000 മോളിക്യൂൾസ് വന്നിട്ടായിരിക്കും ചിലപ്പോ എന്ത് ചെയ്യുക? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവിടെയുള്ള പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഓരോ ലിക്വിഡ്സിനും ഓരോ എന്തായിരിക്കും? വേപ്പർ പ്രഷർ ആയിരിക്കും. എന്താ വേപ്പർ പ്രഷർ? ഒന്നുകൂടെ പറയാം. നമ്മളൊരു ക്ലോസ്ഡ് വെസൽ എടുക്കുന്നു, അടിയിൽ നിന്ന് മുകളിലേക്ക് കയറുന്നു, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു. ഒരു പോയിന്റ് എത്തുമ്പോൾ വേപ്പർ ഫേസിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം എന്തായിട്ട് മാറുന്നു? കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നു. ഒരു പോയിന്റ് എത്തുമ്പോൾ മോളിക്യൂൾസിന്റെ എണ്ണം എന്തായിട്ട് മാറുന്നു? കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നു. ആ കോൺസ്റ്റന്റ് ആയി മാറിക്കഴിഞ്ഞാൽ ആ സമയത്ത് അവിടെ വരുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണെന്ത്? ആ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ബുദ്ധിമുട്ടുണ്ടാ? എപ്പോഴാണ് ഈ വേപ്പർ പ്രഷർ അറ്റൈൻ ചെയ്യുന്നത്? ഇവാപറേഷന്റെ റേറ്റും കണ്ടൻസേഷന്റെ റേറ്റും എന്തായിട്ട് വരണം? ഈക്വൽ ആയിട്ട് വരണം. ഇവാപറേഷന്റെ റേറ്റും അതുപോലെ എന്താണ്? കണ്ടൻസേഷന്റെ റേറ്റും ഈക്വൽ ആയിട്ട് വരണം. കുഴപ്പമില്ലല്ലോ? അപ്പൊ തൊട്ട് താഴെ ഡെഫിനേഷൻ എഴുതുക. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പേഴ്സ് ഓഫ് ലിക്വിഡ്. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പേഴ്സ് ഓഫ് ലിക്വിഡ്. The pressure exerted by the vapors of the liquid in equilibrium. The pressure exerted by the vapors of the liquid in equilibrium. Equilibrium ആകുന്ന സമയത്ത് എന്താണ്? ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ അല്ലെ? The pressure exerted by the vapors of the liquid in equilibrium with it at a given temperature. With it at a given temperature is termed as എന്താണ്? Vapor pressure of the liquid. With it at a given temperature. With it, അത് ഓരോ ടെമ്പറേച്ചറിലും മാറും. സെയിം ലിക്വിഡിന്റെ തന്നെ വേപ്പർ പ്രഷർ വേറെ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ എന്താ? മാറും. കാരണം ഇവാപറേഷൻ റേറ്റ് വ്യത്യാസം വരുന്നതുകൊണ്ടാണ്. The pressure exerted by the vapors of the liquid in equilibrium with it at a given temperature is termed as vapor pressure of the liquid. Okay. ശ്രദ്ധിക്കുക. അടുത്തത്, ടെമ്പറേച്ചർ കൂടുന്തോറും എന്താ സംഭവിക്കുക? ഇതിന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടെമ്പറേച്ചർ കൂടുന്തോറും എന്താ ഉണ്ടാവുക? ടെമ്പറേച്ചർ കൂടുന്തോറും മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജിക്ക് എന്താ സംഭവിക്കുക? കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ടെമ്പറേച്ചർ കൂടുന്തോറും കൈനറ്റിക് എനർജിക്ക് എന്താ സംഭവിക്കുക? കൈനറ്റിക് എനർജി കൂടും അല്ലേ? കൈനറ്റിക് എനർജി കൂടുമ്പോ താഴെ വന്ന് കൊളൈഡ് ചെയ്യുന്ന ശക്തി കുറച്ചുകൂടെ എന്താണ്? ഫോഴ്സ് കുറച്ചുകൂടെ എന്താ? കൂടുകയല്ലേ ചെയ്യുക? അപ്പൊ ടെമ്പറേച്ചർ കൂടുന്തോറും കൊളീഷന്റെ ഫോഴ്സ് കൂടും. പ്രഷർ ഈക്വൽ ടു എന്താ? ഫോഴ്സ് ബൈ പ്രഷർ ഈക്വൽ ടു എന്താ? ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഫോഴ്സ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? പ്രഷറും കൂടും. അപ്പൊ when temperature increases, തൊട്ട് താഴെ പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. When temperature increases, vapor pressure increases. When temperature increases, vapor pressure increases because there is an increase in the kinetic energy of the molecules. Because there is an increase in the kinetic energy of the molecules. മോളിക്യൂൾസിന്റെ എന്ത് വർദ്ധിക്കുകയാണ്? കൈനറ്റിക് എനർജി വർദ്ധിക്കുകയാണ്. അത്രയേ ഉള്ളൂ.
ഇതിപ്പോ ലിക്വിഡ് സൊല്യൂഷന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇനി ശ്രദ്ധിക്കുക, അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ഇതിൽ എന്ത് മാത്രമാണ് എടുത്തത്? ഒരു ലിക്വിഡ് മാത്രമാണ് എടുത്തത് അല്ലെ. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് മാത്രമായിരുന്നു ഇതെന്ന് കരുതാം. ഓക്കെ, അപ്പൊ എയുടെ വേപ്പർ പ്രഷറാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അപ്പൊ ഇതില് ആര് മാത്രമേ ഉള്ളൂ? ഇപ്പൊ കണ്ടെയ്നറിൽ ആര് മാത്രമേ ഉള്ളൂ? ഒക്കെ പറഞ്ഞ ആര് മാത്രമേ ഉള്ളൂ? എ എന്ന് പറയുന്ന ലിക്വിഡ് മാത്രമേ ഉള്ളൂ. ആര് മാത്രമേ ഉള്ളൂ? എ എന്ന് പറയുന്ന ലിക്വിഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആക്ച്വലി ഇപ്പൊ നമ്മൾ സംസാരിച്ചത് സോൾവെന്റിന്റെ വേപ്പർ പ്രഷറാ. ആരുടെ വേപ്പർ പ്രഷറാ? സോൾവെന്റ്, പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറാ. വേറെ ഒന്നും അതില് ഇല്ല. അടുത്ത ഹെഡിങ് കൊടുക്കുക, വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. ഇനി സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ആണ് നമ്മൾ പറയുന്നത്. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. എന്താണ് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്? ശ്രദ്ധിക്കുക, വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാ എങ്ങനെയാ നിൽക്കുന്നത്? ഇതാ ഈ പറയുന്ന രീതിയിലാണ് എന്ത് നമുക്ക് എ എന്ന് പറയുന്ന ആര് നിൽക്കുന്നത്? ലിക്വിഡ് നിൽക്കുന്നത്. ഓക്കെ, ഇതിലിപ്പോ ആര് മാത്രമേ ഉള്ളൂ? എ മാത്രമേ ഉള്ളൂ അല്ലെ. നമ്മൾ ഇതിലേക്ക് എന്തിനാ ആഡ് ചെയ്യാണ്? നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സൊല്യൂട്ടിനെ ആഡ് ചെയ്യാണ്. വെറും സൊല്യൂട്ട് അല്ല, നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. രണ്ട് തരത്തിലുള്ള സൊല്യൂട്ടുകൾ ഉണ്ട്. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഉണ്ട്, അപ്പൊ എന്തായിരിക്കും അടുത്തത്? വോളറ്റൈൽ സൊല്യൂട്ട് ഉണ്ട്. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഉണ്ട്, അതുപോലെ എന്താണ് വോളറ്റൈൽ സൊല്യൂട്ട് ഉണ്ട്. രണ്ട് തരത്തിലുള്ള സൊല്യൂട്ടുകളാണ്. ഓക്കെ, നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? ഈ സോൾവെന്റിലേക്ക് ആരെയാണ് മിക്സ് ചെയ്യുന്നത്? തൽക്കാലം നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അപ്പൊ എന്താണ് ഈ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്, എന്താണ് വോളറ്റൈൽ സൊല്യൂട്ട് എന്നുള്ളൊരു ചോദ്യമാണ്. എന്താണ് ഈ വോളറ്റൈൽ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ? വോളറ്റൈൽ സൊല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൊല്യൂട്ടും എന്തുമായിട്ട് വരും? വേപ്പർ ഫേസിലേക്ക് വരും. വോളറ്റൈൽ ആണ്. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് റിയാക്ട് ചെയ്യാം, പെട്ടെന്ന് വേപ്പർ ഫേസിലേക്ക് വരിക. അങ്ങനെ മീനിങ് ആണ്. കുറച്ചുകൂടെ റിയാക്റ്റീവ് ആയിട്ടുള്ള ടീമുകളെയാണ് നമ്മൾ എന്ത് പറയുക? വോളറ്റൈൽ എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ പറയുന്നത് സൊല്യൂട്ട് വോളറ്റൈൽ ആണെങ്കിൽ എങ്ങനെയാണോ ലിക്വിഡ് വേപ്പർ ഫേസിലേക്ക് വന്നത്, അതുപോലെ കൂടെ ആരും വരും. കൂടെ ആരും വരും? പറയേ, കൂടെ ആരാ വരിക? സൊല്യൂട്ടും വരും. കൂടെ ആരും വരും? സൊല്യൂട്ടും വരും. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണെങ്കിൽ ആര് മാത്രമേ വരുള്ളൂ? ലിക്വിഡ് മാത്രമേ വരുള്ളൂ. ആര് വരില്ല? സൊല്യൂട്ടിന് ഏത് സ്റ്റേറ്റിലേക്ക് കിടക്കാൻ പറ്റില്ല? വേപ്പർ സ്റ്റേറ്റിലേക്ക് കിടക്കാൻ പറ്റില്ല. അപ്പൊ ഒന്നുകൂടെ പറയാം, വോളറ്റൈൽ സൊല്യൂട്ടിന്റെ പ്രത്യേകത എന്താ? പറ. അവർക്ക് ഇങ്ങോട്ട് കിടക്കാൻ പറ്റും? വേപ്പർ ഫേസിലേക്ക് വരും. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് അവർക്ക് വേപ്പർ ഫേസിലേക്ക് വരാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് അറിയോ? സംഭവിക്കുന്നതാണ് എന്താ, ഈ സർഫസില് കുറെ സ്പേസ് ആര് പിടിച്ചടക്കും? നമ്മുടെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് പിടിക്കുകയാണ്. മിക്സ് ചെയ്യുമ്പോ മൊത്തത്തിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. അപ്പൊ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇല്ലാത്ത അവസ്ഥയിലാണോ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഉള്ള അവസ്ഥയിൽ വരിക? അല്ല. നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൽ എന്താ? ഏറ്റവും അപ്പർ സർഫസിന്റെ കുറെ ഏരിയയിൽ ഏത് മോളിക്യൂൾ വന്ന് പ്രത്യക്ഷപ്പെടും? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വന്ന് പ്രത്യക്ഷപ്പെടും. അവ അവിടെ നിന്ന് മാറുമോ? ഇല്ല. കാരണം അവന് ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. വേപ്പർ സ്റ്റേറ്റിലേക്ക് കിടക്കാൻ പറ്റില്ല. പോണത് പിന്നെ ആര് മാത്രമാണ്? ലിക്വിഡ് മാത്രമാണ്. അപ്പൊ എന്താ സംഭവിച്ചേ? ഈ ലിക്വിഡിന് പാസ് ചെയ്യാനുള്ള എന്ത് കുറഞ്ഞു? സർഫസ് ഏരിയ കൂടാണോ കുറയാണോ? കുറഞ്ഞു. അപ്പൊ മൊത്തം ലിക്വിഡ് സർഫസിന്റെ കുറെ ഏരിയയിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വന്നിരിക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലത്തൂടെ അപ്പൊ ആർക്ക് കിടക്കാൻ പറ്റുള്ളൂ? ബാക്കിയുള്ള സ്ഥലത്തൂടെ അപ്പോ പറയൂ സോൾവെന്റിന് കിടക്കാനായിട്ട് പറ്റുള്ളൂ. ശരിയല്ലേ പറഞ്ഞത്? ബാക്കിയുള്ള സ്ഥലത്തൂടെ കിടക്കാൻ പറ്റുള്ളൂ. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോ വേപ്പർ പ്രഷർ കുറഞ്ഞുണ്ടാവോ? നേരത്തെ പറഞ്ഞതിനേക്കാളും കുറഞ്ഞുണ്ടാവോ കൂടിയുണ്ടാവോ? ഒന്ന് ആലോചിച്ച് നോക്കി. കുറെ സ്പേസുകൾ അടഞ്ഞു മുകളിലേക്ക് പോകാനുള്ളത്, എന്നിട്ടാണ് ഈക്വിലിബ്രിയം ആവുന്നത്. അപ്പൊ കുറഞ്ഞുണ്ടാവോ കൂടിയുണ്ടാവോ? ഒരു കൺസെപ്റ്റ് പറയാം. അതായത് ഇവാപറേഷൻ എന്ന് പറയുന്നത് നമ്മൾ തുണി ഉണക്കാടുമ്പോ വെറുതെ കൊണ്ടുപോയി ഇങ്ങനെ ഇടാണോ ചെയ്യണേ? അല്ല. പരമാവധി എന്ത് ചെയ്യും? പിരിച്ചിടും അല്ലെ? അതെന്തിനാ പിരിച്ചിടുന്നത്? പരമാവധി എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാ? സർഫസ് ഏരിയ കിട്ടാൻ വേണ്ടിയിട്ടാ. മറ്റോണിട്ടാലും കുഴപ്പമില്ലല്ലോ. മറ്റോണിട്ട പെട്ടെന്ന് എന്താണ് ഉണങ്ങില്ല അല്ലെ? സർഫസ് ഏരിയ കൂടും തോറും ഇവാപറേഷന്റെ റേറ്റ് എന്താ? കൂടും. സർഫസ് ഏരിയ കുറയും തോറും ഇവാപറേഷന്റെ റേറ്റ് കുറയും. അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നേരത്തെ വന്ന അത്ര മോളിക്യൂൾസിന് ഇപ്പൊ ഈസി ആയിട്ട് മുകളിലേക്ക് വരാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? സർഫസിൽ ഓപ്പൺ ആയിട്ടുള്ള ലിക്വിഡ് സർഫസിൽ കുറെ സ്ഥലത്ത് ഇപ്പൊ ആരാണ്? നോൺ വോളറ്റൈൽ സൊല്യൂട്ടാ. ആരാ? നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ് അല്ലെ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്തേക്ക് വരാൻ പറ്റില്ല. അവർക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്തായാലും വരില്ല. ആർക്ക് വരാനുള്ള സാധ്യത കുറയും ചെയ്യും? സോൾവെന്റിന് വരാനുള്ള സാധ്യത കുറയും ചെയ്യും. കാരണം എന്താ? കാരണം
ആ സോൾവെന്റിന്റെ ഓപ്പൺ ആയിട്ടുള്ള സർഫസ് ഏരിയ എന്തായി? സർഫസ് ഏരിയ കുറഞ്ഞു. എന്തുകൊണ്ടാ? സർഫസിന്റെ കുറെ ഭാഗങ്ങളിൽ ആര് വന്നിരിക്കുകയാണ്? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വന്നിരിക്കുക. അപ്പൊ ഇപ്പൊ ഒരു വേപ്പർ പ്രഷർ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ മുകളില്. ഈ കേസിലും ഉണ്ടാവും. കുറച്ചു പേരൊക്കെ വരും, കുറെ കഴിയുമ്പോ എന്താവും? തിരിച്ച് ഇറങ്ങും, ഒരു ഇക്വിലിബ്രിയം ആവും. പക്ഷെ നേരത്തെ വന്ന അത്ര മോളിക്യൂൾസിന് ഇപ്പൊ എത്താൻ പറ്റിയിട്ടുണ്ടാവും? ഇല്ല. അപ്പൊ ആ വേപ്പർ പ്രഷറിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ്. ഇപ്പൊ ഇതില് ആരും കൂടി ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. ബി എന്ന് പറഞ്ഞാൽ ആരാ? ബി എന്ന് പറഞ്ഞാൽ ആരാ? സൊല്യൂട്ടും ഉണ്ട്. അപ്പൊ ഇതിപ്പോ എന്താ സാധനം? സൊല്യൂട്ടും സോൾവെന്റും ഉള്ള സ്ഥിതിക്ക് എന്താ സാധനം? സൊല്യൂഷൻ. ചോദിക്കട്ടെ, നേരത്തെ കേസിലാണോ ഈ കേസിലാണോ പ്രഷർ കുറവ്? നേരത്തെ കേസിലായിരിക്കും ഈ കേസിലായിരിക്കും പ്രഷർ കുറവ്? ഉറക്കെ പറ. ഈ കേസിലായിരിക്കും അല്ലെ? എന്തുകൊണ്ടാ? സംശയം ഉണ്ടാവാറില്ലേ? ചോദിച്ചോ. ആയിരുന്നാണോ പ്രശ്നം? ചോദിക്കോ, സംശയം ചോദിക്കോ. ആ ഇല്ല. സർഫസിന്റെ പല ഏരിയയിലും ആര് വന്നിരിക്കുകയാണ്? ഏത് സൊല്യൂട്ട് വന്നിരിക്കുകയാണ്? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ലിക്വിഡിനെ ഇവാപറേറ്റ് ചെയ്യാനുള്ള സർഫസ് ഏരിയ കുറഞ്ഞു. അപ്പൊ ഇവാപറേഷന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ പുതിയ ഇക്വിലിബ്രിയം ആണ് എന്ത് അവിടെ ഉണ്ടാവുക. അപ്പൊ മുകളിൽ വരുന്ന മോളിക്യൂൾസിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? കുറവായിരിക്കും. മുകളിൽ വരുന്ന പ്രഷറും എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ ആക്ച്വലി എന്താ സംഭവിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന വേപ്പർ പ്രഷറിനേക്കാളും, അതായത് സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലാ കുറവാ? പറയൂ, ഒക്കെ പറഞ്ഞേ. കുറവായിരിക്കും ആരുടെ വേപ്പർ പ്രഷർ? സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ. ഒന്നുകൂടെ പറഞ്ഞേ. ആരുടെ വേപ്പർ പ്രഷറിനേക്കാളും? സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ. എപ്പോ? when we add non-volatile solute കേട്ടോ. when we add non-volatile solute. നമ്മള് വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണെങ്കിലോ അപ്പൊ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വരും. വോളറ്റൈൽ സൊല്യൂട്ട് ആണെങ്കിൽ സോൾവെന്റ് മുകളിലേക്ക് വരും. വോളറ്റൈൽ സൊല്യൂട്ട് എന്ന് പറയുമ്പോ പറയൂ, അതും എങ്ങോട്ട് വരും? അതും വേപ്പർ ഫേസിലേക്ക് വരും. വോളറ്റൈൽ ആകുമ്പോ അതും എങ്ങോട്ട് വരും? വേപ്പർ ഫേസിലേക്ക് വരും. വരും. അതിലേക്ക് നമുക്ക് കടക്കാം. അതാണ് റോൾസ് വരും. അപ്പൊ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. വാട്ട് വിൽ ഹാപ്പൻ ടു ദ വേപ്പർ പ്രഷർ when we add a non-volatile solute to the pure solvent? What will happen to the vapor pressure when we add non-volatile solute to the pure solvent? പറയൂ. Decreases ആ increases ആ? Decreases. ഒറ്റ പോയിന്റ് അവിടെ പഠിക്കാനുള്ളൂ. അപ്പൊ എന്താ ഒന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്? when we add non-volatile solute to the എന്ത് സോൾവെന്റ്? പ്യുവർ സോൾവെന്റ്. അവിടെ പറഞ്ഞേ. when we add non-volatile solute to the pure solvent, the vapor pressure will decreases. The vapor pressure will decreases. ഇനി സോൾവെന്റിന്റെ ആണോ സൊല്യൂഷന്റെ ആണോ വേപ്പർ പ്രഷർ കുറവ്? പറയണ സൊല്യൂഷന്റെ ആണോ സോൾവെന്റിന്റെ ആണോ? സൊല്യൂഷൻ. ഒന്നുകൂടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ. when we add non-volatile solute to the pure solvent, its vapor pressure decreases. The vapor pressure of solution is less than vapor pressure of solvent. Statement എഴുതിയ ആ സ്റ്റേറ്റ്മെന്റ് മാത്രം മതി, മൊത്തം എഴുതണ്ട. When a non-volatile solute is added to when a non-volatile solute is added to pure solvent when a non-volatile solute is added to pure solvent when non-volatile solute is added to pure solvent to make a solution it is observed that the vapor pressure of this solution is less than that of pure solvent. The vapor pressure of this solution is solutionന്റെ vapor pressure is less than that of pure solvent. Pure solventനേക്കാളും എന്തായിരിക്കും? കുറവായിരിക്കും. is less than that of pure solvent. അപ്പൊ അതിന്റെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ എഴുതുന്നില്ല. എന്തുകൊണ്ടാണ് അത് കുറയാനുള്ള കാരണം? non-volatile solute particles are placed in the surface of the solvent. ബ്രാക്കറ്റിൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടോ.
In case of solution, a portion of the solvent molecule, ബ്രാക്കറ്റിൽ ജസ്റ്റ് ഒന്ന് ഐഡിയ പഠിക്കുന്നില്ല, ബ്രാക്കറ്റിൽ ഒന്ന് മാർക്ക് ചെയ്യാം. A portion of the, in case of solution, സൊല്യൂഷന്റെ കേസിലേക്ക് വരുമ്പോൾ in case of solution, a portion of the solvent molecules, a portion of the solvent molecules at the surface has been, at the surface has been, at the surface has been replaced by molecules of the solute. At the surface has been replaced by molecules of the solute. സൊല്യൂട്ടിന്റെ മോളിക്യൂൾസ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? റീപ്ലേസ് ആവാണ് അല്ലെ. സോൾവെന്റ് മോളിക്യൂൾസ് സൊല്യൂട്ടിന്റെ മോളിക്യൂൾസ് വെച്ച് എന്താവാണ്? റീപ്ലേസ് ആവാണ്. റീപ്ലേസ് ആവാണ്. ഓ, നമ്മൾ ബെൽറ്റ് പഠിപ്പിച്ചില്ല അല്ലെ, അത് എടുക്കണം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ, ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് അല്ലേ? ഒന്നുകൂടെ പറഞ്ഞ എന്താ ഇവിടെ സംഭവിക്കുന്നത്? when we add non-volatile solute to pure solvent, its vapor pressure decreases. Its vapor pressure decreases. അടുത്ത ഹെഡിങ് കൊടുക്കുക, റോൾസ് ലോ. RAO ULTS, റോൾസ് ലോ. തിങ്കളാഴ്ച മാത്സ് എക്സാം പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരിക്കും റോൾസ് ലോ. തിങ്കളാഴ്ച എക്സാമിന് വരുമ്പോൾ ചെയ്ത് പഠിച്ച് പേപ്പറിൽ ചെയ്ത് പഠിച്ചത് കൊണ്ടുവരണം കേട്ടോ. റോൾസ് ലോ. റോൾസ് ലോ എന്താണ് പറയുന്നത്? റോൾസ് ലോ പറയുന്നത് ഫോർ ദ സൊല്യൂഷൻസ് ഓഫ് വോളറ്റൈൽ കമ്പോണൻസ് എന്താണ്, അല്ലെങ്കിൽ ഫോർ വോളറ്റൈൽ സൊല്യൂഷൻസ് ആണ്. രണ്ട് രീതിയിൽ പറയാം, വോളറ്റൈൽ ആണ് പഠിക്കാനുള്ളത്. അപ്പൊ വോളറ്റൈൽ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ആ സൊല്യൂഷനിലുള്ള സോൾവെന്റും സൊല്യൂട്ടും എന്തായിരിക്കും? സോൾവെന്റും സൊല്യൂട്ടും എന്തായിരിക്കും? വോളറ്റൈൽ ആയിരിക്കും അല്ലേ? വോളറ്റൈൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോൾവെന്റും സൊല്യൂട്ടും എന്താ? രണ്ടും വോളറ്റൈൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? രണ്ടും ഇങ്ങോട്ട് കയറി വരും. ഇതിൽ കൂടുതലൊന്നും പഠിക്കാനില്ല. നിങ്ങൾ പറയും സ്റ്റേറ്റ്മെന്റ് അവസാനം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇത്രേ ഉള്ളൂ കൺസെപ്റ്റ്. അടിയിലെ എ ഉണ്ട്, ബി ഉണ്ട്, അതായത് സൊല്യൂട്ടും ഉണ്ട് സോൾവെന്റും ഉണ്ട്. അടിയിൽ രണ്ടും ഉണ്ട്, എയും ബിയും ഉണ്ട്. ഇത് ഇവാപറേറ്റ് ചെയ്യുമ്പോൾ മുകളിലും ആര് വരും? എ വരും. മുകളിൽ ആര് വരും? ബിയും വരും. കാരണം എന്തുകൊണ്ടാ? ഇപ്പൊ സൊല്യൂട്ടും എന്തെന്നെയാണ്? സൊല്യൂട്ടും വോളറ്റൈൽ തന്നെയാണ്. അപ്പൊ മുകളില് പി എ എന്താ? പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് എ. എന്താ പാർഷ്യൽ പ്രഷർ എന്ന് ഉപയോഗിക്കാനുള്ള കാരണം? ഇവിടെ പറഞ്ഞേ എയുടെ ആരുണ്ട്? പ്രഷറുണ്ട്, ബിയുടെ പ്രഷറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഏതുണ്ട്? പാർഷ്യൽ പ്രഷർ ഓഫ് ബി. കാരണം എന്തുകൊണ്ടാ? ആ വേപ്പർ ഫേസിൽ ആരൊക്കെ ഉണ്ട്? രണ്ടുപേരുണ്ട്. ആണോ? ആ വേപ്പർ ഫേസിൽ ആരൊക്കെ ഉണ്ട്? രണ്ടുപേരുണ്ട്. ഇനി ശ്രദ്ധിക്കുക, വേറൊരു പാത്രം സങ്കല്പിക്കാം. വേറൊരു പാത്രത്തിൽ ഞാൻ ഏത് ലിക്വിഡ് മാത്രം എടുത്തേക്കണേ? എ മാത്രം എടുത്താണ്. കുഴപ്പമില്ല, ഇത് മാത്രം എടുത്താണ്, എ മാത്രം എടുത്താണ്. മുകളിൽ വേപ്പർ പ്രഷർ വരില്ലേ? ഇതേ വരുമോ? വരും. അത് ആ വേപ്പർ പ്രഷറിൽ പക്ഷെ ആര് മാത്രമേ ഉള്ളൂ? ഓൺലി പറയേ എ. P0A എന്താണ്? P0A എന്ന് പറഞ്ഞാൽ എന്താ? എ മാത്രം. P0A എന്ന് പറഞ്ഞാൽ എന്താ? എ മാത്രം എടുക്കുമ്പോഴുള്ള വേപ്പർ പ്രഷർ ആണോ? അപ്പൊ എങ്ങനെ പറയാം? വാട്ട് ഈസ് P0A? വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെന്റ് എ. വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെന്റ് എ. ഇനി ഇപ്പുറത്തെ പാത്രത്തിൽ ഒരു കാര്യം ചെയ്യാം. ഇപ്പുറത്തെ പാത്രത്തിൽ ഞാൻ ബി മാത്രം എടുക്കും. ഓക്കെ, രണ്ടും വോളറ്റൈൽ ലിക്വിഡ്സ് ആണല്ലോ. അതിൽ ഒരെണ്ണം സൊല്യൂട്ട്, ഒരെണ്ണം സോൾവെന്റ്, ഒരെണ്ണം കുറവ് കൂടുതലാണ്. ബി മാത്രം എടുത്തു. ഇവിടെ വരുന്ന പ്രഷറിനെ എന്ത് വിളിക്കാം? P0B. P0Aയും P0Bയും പിടികിട്ടിയ P0A എന്താണ്? പ്യുവർ സോൾവെന്റ് എയുടെ വേപ്പർ പ്രഷർ ആണോ? P0B എന്താ? പ്യുവർ സോൾവെന്റ് പറഞ്ഞേ പ്യുവർ സോൾവെന്റ് ആരാ? ബിയുടെ വേപ്പർ പ്രഷർ ആണോ? എത്രയൊക്കെ അല്ലേ? ഈ നടുക്കിന്റെ പാത്രത്തിൽ എന്താ പ്രത്യേകത? എയുണ്ട്, ബിയുണ്ട്. അപ്പൊ ഇത് എന്ത് ലിക്വിഡ്സാ? എന്ത് ലിക്വിഡ്സിന്റെ മിക്സ്ചറാ? പറയേ വോളറ്റൈൽ ലിക്വിഡ്സ്. എയുണ്ട്, ബിയുണ്ട്. ഇതുവരെ പെർഫെക്റ്റ് അല്ലേ? മുകളിലെ പ്രഷർ വരില്ലേ? വരുമോ? വരും. എയുടെ മോൾ ഫ്രാക്ഷൻ കൂടുതലാ, ബിയുടെ മോൾ ഫ്രാക്ഷൻ കുറവ്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് പറഞ്ഞേ. മോളിൽ ആരുടെ പാർഷ്യൽ പ്രഷർ ആയിരിക്കും കൂടുതൽ?
ആരെയായിരിക്കും കൂടുതൽ? എയുടെയല്ലേ കൂടുതൽ വരിക? എയുടെയല്ലേ കൂടുതൽ വരിക? എയുടെയല്ലേ വരിക? കാരണം മോൾ ഫ്രാക്ഷൻ ആരെ കൂടുതൽ അവിടെ? എയല്ലേ കൂടുതൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ആരെ മുകളിലേക്ക് വരുന്നതിന്റെ എണ്ണത്തിൽ ആരായിരിക്കും കൂടുതൽ? ആരായിരിക്കും? എ ആയിരിക്കും. പ്രത്യേകിച്ച് ഇനി പറയണോ? ഹെൻറീസ് ലോ നമ്മൾ കണ്ടാണ് അല്ലെ, അടിയിൽ മിക്സ് ആയിട്ടുള്ള അളവിനനുസരിച്ചാണ് എന്ത് മുകളിൽ പ്രഷർ വരിക. തിരിച്ചും പറയാം, മുകളിൽ കൂടുതൽ പ്രഷർ വന്ന അടിയിൽ മിക്സ് ആവണതിന്റെ അളവ് കൂടും. അതിന്റെ വേറൊരു വേർഷൻ അവിടെ എന്തായിരുന്നു? ഹെൻറീസ് ലോ എവിടെ ഉപയോഗിച്ചത് നമ്മള്? ഗ്യാസ് ഗ്യാസ്. ഇവിടെ ഇപ്പൊ എന്താ? ലിക്വിഡ് ഇൻ ലിക്വിഡ്. എന്താണ്? ലിക്വിഡ് ഇൻ ലിക്വിഡ്. സോളിഡിൽ പെടും നോൺ വോളറ്റൈൽ ആണെങ്കിൽ. ക്ലിയർ? ലിക്വിഡ് ഇൻ ലിക്വിഡ്. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഫോർ volatile liquids. ശ്രദ്ധിക്കട്ടോ. ഫോർ എന്ന് വായിച്ചേ. ഫോർ volatile liquids. The partial pressure of a component. എന്താണ് partial pressure of a component is? പറഞ്ഞോ. Is നിങ്ങൾ പറഞ്ഞു. എന്താ ഇത്? മോൾ ഫ്രാക്ഷൻ കൂടുമ്പോ എന്താ? പാർഷ്യൽ പ്രഷർ കൂടും. മറ്റേ മോൾ ഫ്രാക്ഷൻ വ്യത്യാസം അനുസരിച്ച് അവന്റെ വ്യത്യാസം കാണിക്കും അല്ലേ? അപ്പൊ പറയൂ, ഒന്നുകൂടെ വായിച്ചേ. ഫോർ volatile liquids, the partial pressure of any component ആണോ is എന്താ? Proportional to the. അല്ലെ ഇത് കൂടുമ്പോ മറ്റേത് കൂടുതൽ ചെയ്തേ അല്ലെ ലക്ഷ്മി? Directly proportional to the ആരാ? പറയേ. Mole fraction of that component in the solution. In the solution. ഹെൻറീസ് ലോയുടെ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയല്ലേ? വ്യത്യാസം ഉണ്ടോ? ലിക്വിഡ് ആയത് മാത്രം അല്ലേ? കൺസെപ്റ്റ് എന്തായിരുന്നു മാത്രം? ലിക്വിഡ് ആയി. പിന്നെ കോൺസ്റ്റന്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. നമുക്ക് വരാം. ഇതാണ് ഹെൻറീസ് ലോ. അപ്പൊ ഹെൻറീസ് ലോ എന്ന് പറഞ്ഞേ, ഫോർ liquids the component is mole fraction of the component in the solution. Mole fraction of the component in the solution. കുഴപ്പമില്ലല്ലോ. ആ രീതിയിൽ നമുക്ക് അതിനെ പറയാം. പക്ഷേ ഇതിന് വേറൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. വേറൊരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതുക? PA is equal to proportional to ആരാ? കൈ A ആണോ? ഈ റോൾസ് ലോ അല്ലേ നമ്മൾ ചെയ്ത് നോക്കുമ്പോ P0A ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ് വരുന്നത്. കണ്ടോ? ആരാണ് കോൺസ്റ്റന്റ് വരുന്നത്? P0A. ആ P0A എന്ന് പറഞ്ഞാൽ എന്താ? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ് A. ഇനി നിങ്ങൾക്ക് PB യുടെ കഥ എഴുതുകയാണെങ്കിലോ, PB പറഞ്ഞേ, PB ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈബി. അപ്പൊ എന്താ വരിക? അവിടെയും പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് പരിശോധിച്ചപ്പോ പറഞ്ഞേ, P0B ഇൻറ്റു കൈബി ആണ് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് വേറെ രീതിയിൽ പറയാം. മറ്റോടത്ത് KH ആയിരുന്നു വന്നത് അല്ലെ? പക്ഷെ ഇവിടുത്തെ കോൺസ്റ്റന്റ് വരുന്നത് ഏതാ? A ആണെങ്കിൽ എയുടെ കോൺസ്റ്റന്റ് വരുന്നത് P0Aയും, B ആണെങ്കിൽ ബിയുടെ പാർഷ്യൽ പ്രഷറിന്റെ ഇക്വേഷനിലുള്ള കോൺസ്റ്റന്റ് വരുന്നത് P0Bയും ആണ്. പ്രശ്നമില്ലല്ലോ. അപ്പൊ വേറെ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് പറയാം. volatile liquidsന് ഒന്ന് പറഞ്ഞു നോക്കിയേ വീണ്ടും. പറയേ. ഫോർ volatile liquids partial pressure of a എന്നല്ല, partial pressure of any component. partial pressure of any component ഇതെന്താ? is equal to the ഇതെന്താ? into എന്താ പറയാറ്? is equal to the product of the ആരാണ്? mole fraction of that component and ഇനി പാർഷ്യൽ ഇല്ല. അത് പാർഷ്യൽ ആണോ? അല്ല. അതെന്താ? വേപ്പർ പ്രഷർ ഓഫ് സീറോ. അതെന്താ? എന്ത് കമ്പോണന്റാ? പ്യുവർ. സീറോ ആരെങ്കിലും സൂചിപ്പിക്കണേ? പ്യുവർ കമ്പോണന്റ് അല്ലേ? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ്. അങ്ങനെയും വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പറയാം. സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പറഞ്ഞേ, liquids partial pressure of a component is equal to the product of mole fraction of the component and the vapor pressure of the pure component. ഇത്രയേ ഉള്ളൂ. വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ കമ്പോണന്റ്. തിരിച്ചു പറയാം, കുഴപ്പമില്ല. ഇങ്ങനെ പഠിച്ചാൽ ഒന്നുകൂടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? രണ്ട് രീതിയിൽ അപ്പൊ സ്റ്റേറ്റ്മെന്റ് പഠിക്കാം നമുക്ക്. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത് കേട്ടോ, രണ്ട് കമ്പോണന്റും വരേണ്ടത്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ. volatile liquids partial vapor pressure of the components
is equal to the product of the mole fraction of the component and the vapor pressure of the pure component. കുഴപ്പമില്ലല്ലോ, കൈയോടെ പഠിച്ചേ എന്താ? For volatile liquids the partial vapor pressure of the components is equal to the product of the mole fraction of that component and the vapor pressure of the pure component. കുഴപ്പമില്ലല്ലോ. ഹെൻറീസ് ലോ ആര് എവിടെയായിരുന്നു? ഇവിടെയോ? ലിക്വിഡ് നോൺ വോളറ്റൈലും പറ്റൂട്ടോ. ലിക്വിഡ് കുഴപ്പമില്ലല്ലോ. ക്ലിയർ അല്ലേ പറഞ്ഞത്? സ്റ്റേറ്റ്മെന്റ് പഠിച്ചോ? ഒന്നുകൂടെ പറഞ്ഞേ. സ്റ്റേറ്റ് റോൾസ് ലോ for volatile liquids the partial pressure of the components is equal to the product of the mole fraction of the component and the vapor pressure of the pure component. കുഴപ്പമില്ലല്ലോ. സ്റ്റേറ്റ്മെന്റ് തന്നെ എഴുതാൻ പറ്റുമോ? തന്നെ എഴുതിയപ്പോൾ പരിപാടി കഴിഞ്ഞില്ല. മാഷ് പറഞ്ഞില്ല, എഴുതി കഴിഞ്ഞിട്ട് കറക്റ്റ് ചെയ്യാം. തന്നെ എഴുതിക്കും. എന്നിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് മാർക്ക് ചെയ്യുക കേട്ടോ. മോളിൽ എഴുതിയിട്ടുള്ള ഇക്വേഷൻസ് മാർക്ക് ചെയ്യുക. എന്താ പരീക്ഷ പ്ലസ് കിട്ടോ? ഇല്ലാതാ ഏതോ അങ്ങനെ ചെയ്യാം. പരീക്ഷ കഴിഞ്ഞപ്പോ നല്ല കണ്ടില്ലല്ലോ. ജിൻബിയാനൊന്നും കണ്ടില്ലല്ലോ. ലക്ഷ്മി അനന്തഭദ്രനൊന്നും കണ്ടില്ലല്ലോ. അനന്തഭദ്രയ്ക്ക് വയ്യ പറഞ്ഞില്ലല്ലോ. ജിൻബിക്ക് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? എന്തോ കല്യാണോ? അല്ല, അത് ഇന്നലെ അല്ല, അതിന്റെ ക്ഷീണം കയ്യുണ്ടായി. ജസ്റ്റിന് നീന്തം മുടങ്ങിയേ പറഞ്ഞില്ലല്ലോ. വോയിസ് ഇടാൻ പറയുന്നുണ്ടോ? നിങ്ങൾ പോയിട്ട് വലിയ മതി. ഇനി പോയേ ഫാമിലിയാ? ഫ്രണ്ട്സാ? ലൈസൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഡ്രൈവർ ഉണ്ടോ? പിള്ളേരൊക്കെ ഞാനൊക്കെ സൈക്കിൾ മാറ്റാ പറക്കി പോവാറ്. വലിയ മതി. കാശ് കൊടുന്നപ്പോ കാശ് രാവിലെ തരും. ആരൊക്കെ ഉണ്ടായിരുന്നു? റിച്ചാർഡ് കണ്ടില്ലല്ലോ. വരുന്നില്ല കാശ? എവിടെ? മറ്റേ സ്ഥലം, മറ്റേ സന്തോഷിന്റെ പോയ സ്ഥലം. അവൻ എനിക്ക് പോയിരുന്നു. എൻട്രൻസിലല്ലേ ക്ലാസ്സോടെ തുടങ്ങിയില്ല നമ്മള്. എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞോളൂ എന്തായാലും. ഇപ്പൊ പോണ്ടില്ലേ നമ്മള്? ഇപ്പൊ പോയിട്ട് പിന്നെ പരീക്ഷ കിട്ടിയില്ല, റിപ്പീറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ വേസ്റ്റ്. അങ്ങനെ പറയണ്ട, കിട്ടട്ടെ. ഇവിടെ കാണിച്ചാൽ അല്ലെങ്കിൽ മിക്സി വെച്ച് കാണിച്ചാൽ പിന്നെ അത് അങ്ങനെയല്ല. ജസ്റ്റ് ചില ആൾക്കാർക്ക് ചേഞ്ച് വന്നേക്കാം. അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നല്ല പ്രസന്റ് കാണിച്ചാൽ എളുപ്പമല്ല. കഴിഞ്ഞ കൊല്ലം നിർത്തി പോയിട്ടുള്ള കുറച്ച് പിള്ളേർ തന്നെ. അപ്പൊ അവര് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് പോയ ടീമുകളുണ്ട്. അപ്പൊ അവര് എൻട്രൻസിന്റെ സംശയമൊക്കെ വരുമ്പോ മാഷ് കഴിഞ്ഞിട്ട് എന്തൊരു ചോദ്യം കഴിക്കണേ അവർക്ക് മനസ്സിലാവേണ്ടി വരുമ്പോ എനിക്കറിയാന്ന് വെച്ചിട്ട് എനിക്ക് കഴിക്കണേ. അപ്പൊ എംപിരിക്കൽ ഫോർമുലയുടെ ഒക്കെ ചോദ്യം ഫസ്റ്റ് ചാപ്റ്ററുകളാക്കി തുടങ്ങിയിട്ടുള്ളൂ. ചോദ്യത്തിന് 100 ചോദ്യം കൊടുത്താണ് ഒരു PDF. അത് ചെയ്തുകൊണ്ടിരാൻ പറയുക. അത്രയും എന്ത് ചെയ്യണം, എഫേർട്ട് ഇടണമെന്ന് പറയുക. ഡോക്ടർ ആവണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയാ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്, ബുദ്ധിമുട്ടുണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അതിനോട് എനിക്ക് പറയാമെന്ന് തോന്നും. അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇടയ്ക്ക് ഇടപെടാറുണ്ട്. നമുക്ക് നല്ല എന്താണ് ഇൻവെസ്റ്റ്മെന്റ് പൈസ ഡയറക്റ്റ് ആയിട്ടല്ല, നല്ല മേഖലയിൽ നോക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ചില സമയത്ത് തോന്നുന്നു ഇതിലും ഭേദം
വല്ല IAS പഠിക്കണമെന്ന് തോന്നും. ഭയങ്കര ഡിഫിക്കൾട്ടാ എന്റെ ഒരു കൺസെപ്റ്റുകൾ എന്ത് സംഭവിക്കുന്നോട് കിട്ടുന്നില്ല, എന്താ സംഭവിക്കുന്ന ഒരു ഐഡിയ കിട്ടുന്നില്ല. പക്ഷെ പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ ആ ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്, നല്ല റിട്ടേൺ ഉണ്ടാക്കാം. പക്ഷെ ഡിഫിക്കൾട്ടാ. കുറെയൊക്കെ ഇരുന്ന് വായിക്കും, പിറ്റേ ദിവസം മാർക്കറ്റ് തുറന്നിട്ട് ഇന്ന് എന്തെങ്കിലും കാണിക്കാൻ ചെല്ലുമ്പോ എന്താ അപ്പൊ എന്നെ കാശ് പിന്നെ അടുത്ത് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ എന്ത് റിസ്ക്. ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷങ്ങളൊക്കെ മാഷ് പറയാറുള്ളതാണ് കേട്ടോ, വളരെ ഏർലി ആയിട്ട് തന്നെ എന്ത് ചെയ്ത് തുടങ്ങുക, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ മറക്കരുതിട്ടാ. ജോലി കിട്ടണം കേട്ടോ ആദ്യം, അത് മറക്കരിക്കും. എന്റെ ചേട്ടനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചെയ്യണ്ടവൻ എവിടെ കാശൊക്കെ മേടിച്ച് കാറൊക്കെ മേടിച്ചാ പിന്നെ ഇല്ല, അത് മേടിച്ചു തോന്നാം അല്ലെ. അതിന്റെ പ്ലാൻ ഉണ്ടായിരുന്നില്ലേ? തല്ലൂട്ടാ. അത് ശരി, ഞാൻ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. കാറ് മേടിക്കാൻ വന്നിരുന്നു അന്ന്, ഒരു വർഷം കാണാമെന്ന് പറഞ്ഞിരുന്നു. ഒരു സെക്കൻഡ് ഹാൻഡ് മാരുതി കാർ വാങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു. മാഷ അത് കൊളാക്കിയേ, നീ അതിനൊന്ന് കാറ് മേടിക്ക്, നീ പെടുപെടാൻ കാറ് മേടിച്ചതിന്റെ കഥ കഴിക്കുന്നു പറഞ്ഞാൽ ഭയങ്കര പണിയാ. ആ കാശ് കൃത്യമായിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഈസിയായിട്ട് ജീവിക്കുക. അതായത് മാഷ എപ്പോഴും പറയാറുന്നില്ല, അതായത് ആളുകൾക്ക് ഭയങ്കര വേറൊരു കൺസെപ്റ്റ് ആൾക്കാർക്ക്, അതായത് മരണം വരെ എന്ത് ചെയ്യുക, ജോലി ചെയ്യുക എന്നുള്ള രീതിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മാറി ചിന്തിക്കുക. മനസ്സിലായി? നിങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടണം, ജീവിക്കാനുള്ള പൈസ കിട്ടണം. അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യാൻ നോക്കുക, എത്താൻ നോക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ പഠിക്കാട്ടോ, ഈ ഇൻവെസ്റ്റ്മെന്റ് മേഖലയൊക്കെ പഠിക്കാട്ടോ. പക്ഷെ ഇടയ്ക്കൊക്കെ പറഞ്ഞുതരാം, ഇക്കൊല്ലം ചെറുതായിട്ട് പറഞ്ഞുതരാം. ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പഠിക്കുക, എങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യണേ, എന്താണ് സംഭവം, എത്ര റിട്ടേൺസ് കിട്ടും എന്നുള്ളതൊക്കെ എപ്പോഴും എന്ത് ചെയ്യുക. ഇപ്പൊ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ ഞാനിവിടെ ഇങ്ങനെയൊക്കെ അന്വേഷിക്കുമ്പോഴേ ഇവിടേക്ക് കുറെ സ്ഥാപനങ്ങളിൽ 12% ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, 12% ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ടെന്ന് പറയാം. ചെറിയ റൂള് പറഞ്ഞുതരാം നിങ്ങളുടെ അടുത്ത് ഞാൻ. അതായത് നിങ്ങളുടെ കയ്യില് 12% റിട്ടേൺ കിട്ടുന്നു, ശ്രദ്ധിച്ചേ. 12% റിട്ടേൺ കിട്ടുകയാണെന്ന് കരുതാം. 12% റിട്ടേൺ കിട്ടും. ചെറിയൊരു ഇക്വേഷൻ പറഞ്ഞുതരാം, ഫിനാൻസായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാം. 12% റിട്ടേൺ കിട്ടും. നിങ്ങളുടെ കയ്യില് 10 ലക്ഷം രൂപ ഉണ്ടെന്ന് കരുതാം. 5 വർഷം കഴിഞ്ഞ 5 അല്ല, എത്രയാണോ നിങ്ങളുടെ റിട്ടേൺ റേറ്റ് എത്രയാണോ 72-നെ ആ റേറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. 72-നെ എന്ത് ചെയ്യുക, ആ റേറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇപ്പൊ റേറ്റ് എത്ര, 12. അപ്പൊ 72-നെ എത്ര ഡിവൈഡ് ചെയ്യാം, 12 ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്രയാ, 6 വരും. അപ്പൊ 6 കൊല്ലം കഴിഞ്ഞാൽ ഈ റേറ്റില് നിങ്ങൾ ഇടുന്ന പൈസ നേരെ എന്താവും, നേരെ ഡബിൾ ആവും. മനസ്സിലായോ? നിങ്ങൾ ഇടുന്ന പൈസ നേരെ എന്താവും, ഡബിൾ ആവും. അപ്പൊ നിങ്ങളുടെ പൈസ 12 വെച്ച് കിട്ടുകയാണെങ്കിൽ നേരെ ഡബിൾ ആയി. നിങ്ങൾക്ക് 6 കിട്ടുള്ളൂ എന്ന് കഴിഞ്ഞാൽ റേറ്റ് നിങ്ങൾക്ക് 6 ഉള്ളൂ. അപ്പൊ സേവിങ്സിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 6% ഇല്ല, 3% ഉള്ളൂ. അപ്പൊ എത്ര വരിക, 72/6. അപ്പൊ എത്രയാ, 12 കൊല്ലം കൊണ്ടാണ് നിങ്ങളുടെ പൈസ എന്താവുള്ളൂ, ഡബിൾ ആവുള്ളൂ. അപ്പൊ നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ പൈസ പെട്ടെന്ന് എന്താവും, ഡബിൾ ആവും. പിടികെട്ടാ പറയുന്നത്. ഇപ്പൊ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് പ്ലാൻ നമ്മൾ പറയാറുള്ളതാണ് അല്ലെ. ഇപ്പൊ ഒരു 21 വയസ്സിൽ ജോലി കിട്ടുകയാണെന്ന് കരുതുക, അത് കിട്ടണേ, അതാണ് പ്രശ്നേ. എന്തെങ്കിലും കാണിക്കണം അല്ലേ. ചെറിയ മോളിലേക്ക് ആലോചിക്കും, ഈശ്വര അതൊക്കെ നാട്ടൊക്കെ അതൊക്കെ വലുത്. 21 വയസ്സിൽ ജോലി കിട്ടുകയാണെന്ന് കരുതുക, നിങ്ങൾ അധിക പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട. നമ്മള് എത്ര രൂപ വെച്ച് പിടിച്ചാൽ മതി, 5,000 റുപ്പീസ് എന്ത് ചെയ്താൽ മതി, മാറ്റിയാൽ മതി. only 5,000 റുപ്പീസ് മാറ്റിയാൽ മതി. ഈ സാധനം എത്രയാവുക, 15 കൊല്ലം പറയുമ്പോൾ 36 വയസ്സോ, 36 വയസ്സാകുമ്പോ അത്രയും കൊല്ലത്തെ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് അതിന്റെ 12% റിട്ടേൺ കൂട്ടുക. 12% കൂട്ടുക, റിട്ടേൺ കൂട്ടുക. ആ റിട്ടേൺ കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം 15 കൊല്ലം അപ്പൊ കൂട്ടി ഏകദേശം ഒരു എത്ര ലാഖിന്റെ അടുത്തേക്ക് എത്തും, 20 ലാഖ് പ്ലസ് എത്തും. മനസ്സിലായ? 36 വയസ്സാകുമ്പോഴേക്കും 20 ലാഖ് എത്തും. പിന്നെ വലിയ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യണ്ട. ഇനി മാർക്കറ്റ് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, 36 + 6 കൊല്ലം, 36 6 42 ആകുമ്പോൾ മിനിമം ഇത് എത്രയാവും, ഈ കണക്ക് പ്രകാരം നേരെ എന്താവും, 12% കൂട്ടുകയാണെങ്കിൽ നേരെ എന്താവും, നേരെ ഡബിൾ ആവും. അപ്പൊ എത്രയായി, 40 ലാഖ് പ്ലസ് ആവും. മനസ്സിലായ? 40 ലാഖ് പ്ലസ് ആവും. അതാ റിട്ടേൺ കിട്ടണം അവിടെ. ഇതിൽ ഇൻഫ്ലേഷന്റെ പ്രശ്നം ഉണ്ട് കേട്ടോ, അത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ 40 ലാഖ് പ്ലസ് ആയില്ലേ,
40 lakh പ്ലസ് ആയി. ഇത് നമ്മള് മന്ത്ലി എത്ര ചെയ്തിട്ടുള്ളോ? മന്ത്ലി 5,000 ചെയ്തിട്ടുള്ളോ? കോടിക്കണക്കിന് കാശ് ചെയ്തിട്ടാ? ഇല്ല, മന്ത്ലി 5,000, ഓൺലി 5,000. ഇതിവിടെ കൂട്ടിയിട്ട് നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ 60+ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കരുതുക. 60 lakh പ്ലസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കരുതുക. 60 lakh ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മന്ത്ലി നമുക്ക് എത്ര പൈസ കിട്ടും അറിയോ? 60,000 റുപ്പീസ് കിട്ടും. ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതി വീട്ടില്. മനസ്സിലായോ? 60 lakh ഉണ്ടെങ്കിൽ വെറുതെ ഇരുന്നാൽ മതി വീട്ടില്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അതായത് വീടൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. വേറെ ഫിനാൻഷ്യൽ പ്ലാൻ ആണ് കേട്ടോ. അതായത് പല രീതികളിൽ ചിന്തിക്കാം. അതായത് ഇപ്പൊ വീടുണ്ടെന്ന് കരുതുക. വീട് അങ്ങനെ എന്ത് ചെയ്യുക? വിൽക്കുക. വീട് വിൽക്കുക. 60 ലക്ഷം ഉണ്ടാക്കേണ്ട ഒറ്റയടിക്ക് അല്ലെ? വേറെ പലതരത്തിലുള്ള ഫിനാൻസ് പ്ലാനുകളാണ് പറയുന്നത് കേട്ടോ. അതിപ്പോ വീടുണ്ട്, വീട് എത്ര ലക്ഷത്തിന് വിറ്റു? ഒരു 60 ലക്ഷത്തിന് വിറ്റു എന്ന് കരുതുക. അത്യാവശ്യം നല്ലൊരു സ്ഥലം വീടൊക്കെയാണ്. 60 ലക്ഷത്തിന് വിറ്റു. പല രീതികളിലാണ് കേട്ടോ. അത് ഇങ്ങനെ ചെയ്യണം എന്നല്ല മാഷ് പറയണേ. പല രീതിയിലുള്ള ഫിനാൻസ് പ്ലാൻ ആണ്. അതായത് വീട് എത്രയാണ്? 60 ലക്ഷത്തിന് വിറ്റു. 60 ലക്ഷത്തിന് വിറ്റ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കട്ട, 60 ലക്ഷത്തിന് വീട് കിട്ടും. എത്ര ലക്ഷം ക്യാപിറ്റലായി? 60 lakh ക്യാപിറ്റലായി. 10,000 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? റെന്റ് ഹൗസ് കിട്ടും. ഹൗസിൽ കിട്ടും. 10,000 നല്ല അടിപൊളി വീട് കിട്ടും. 10,000 നല്ല വീട് കിട്ടും. മിനിമൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. നിങ്ങൾക്ക് ഭയങ്കര വലിയ ബംഗ്ലാവല്ല, ആ സാധനമൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ല. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിടന്നു നോക്കാൻ പറ്റിയ സ്ഥലം 10,000. അത്യാവശ്യം ഫർണിഷ്ഡ് ആയിട്ടുള്ള വീട് കിട്ടും. അപ്പോഴും ബാക്കി എത്രയുണ്ട്? 60 lakh വേറെ കാര്യം കേട്ടോ. 60 lakh നമുക്ക് മന്ത്ലി എത്ര റിട്ടേൺ ജനറേറ്റ് ചെയ്യും? 60,000 റിട്ടേൺ ജനറേറ്റ് ചെയ്യും 10% നോക്കുകയാണെങ്കിൽ. അതായത് 60 ലക്ഷത്തിന് നമുക്ക് 10% എന്ന് പറയുമ്പോൾ 6 ലക്ഷം കിട്ടും. അതിന് 12 മാസം ചുരുക്കുമ്പോൾ 60,000 അടുത്ത് കിട്ടും. ഏകദേശം 60-50 അടുത്ത് കിട്ടാൻ 50 ഓർമ്മയില്ല. അപ്പൊ എത്ര കിട്ടി? 10 രൂപ റെന്റ് ഹൗസ് പോയി, റെന്റ് പോയി. 10 രൂപ എന്ത് ചെയ്യുക? 10 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക മന്ത്ലി. വീണ്ടും 10 രൂപ വീണ്ടും മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ വാല്യൂ കുറയും. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ ബാക്കി എത്ര രൂപയുണ്ട്? ബാക്കി 30,000 എപ്പോഴും ഫ്രീ ആണ്. ബാക്കി 30,000 എപ്പോഴും ഫ്രീ ആണ്. ചെറിയ വല്ല തട്ടിക്കൂട്ട് പഠിക്ക് പോവുക, റിസ്ക് ഇല്ല, നോ റിസ്ക്. ഒരു 10 രൂപ അല്ലെങ്കിൽ 15 രൂപ. അല്ലെങ്കിൽ വീട്ടിലിരുന്നോ, മിനിമലായിട്ട് ജീവിക്കാനുള്ള കാര്യം പറയണേ. അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുക, ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എത്രോട് ജീവിച്ചാൽ മതി? ഈ 30 ജീവിച്ചാൽ മതി. ഒരു ഫാമിലി, ഇപ്പൊ 4 പേരുള്ള ഒരു ഫാമിലി, അതിലൊരു ആൾക്കൊരു ഗവൺമെന്റ് ജോലി ഉണ്ട്, അച്ഛന് ഗവൺമെന്റ് ജോലി ഉണ്ട്, അമ്മയ്ക്കും മക്കൾക്കും ജോലിയില്ല. അങ്ങനത്തെ അവസ്ഥയിലാണെന്ന് കരുതുക. അപ്പോൾ എത്രയ്ക്ക് കിട്ടുള്ളൂ? ഈ 30 താഴെ കിട്ടുള്ളൂ. മനസ്സിലായോ? അതില് 10,000 നമ്മുടെ എന്താണ്? 10,000 അപ്പോൾ നമ്മുടെ എന്താ? ഇൻവെസ്റ്റ്മെന്റാ. ഇതുപോലെ ജീവിക്കുകയാണെന്ന്. ഇതുപോലെ ജീവിക്കുമ്പോ എന്തുണ്ടാവുന്ന? ഇതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ 20 years എന്താ സംഭവിക്കാൻ നോക്കാം. ആഫ്റ്റർ 20 years എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്ത് ബാക്കി ഉണ്ടാവും? ഈ സാധനം അപ്പുറം ഉണ്ടാവും. അതുണ്ടാവില്ലേ? അതുമ്പോ കുറയോ? അതുമ്പോ കുറയില്ല. ആ 60 lakh അപ്പോഴും അവിടെ എന്തുണ്ടാവും? ബാക്കി ഉണ്ടാവും. ഉണ്ടാവില്ലേ? ആഫ്റ്റർ 20 years ഇത് ചെയ്ത് കഴിഞ്ഞാൽ 60 lakh ബാക്കി ഉണ്ടാവും. ഉണ്ടാവില്ലേ? അത് എവിടേക്കും പോവും? ഇല്ല. ആ സാധനം അവിടെ ഉണ്ട്. പക്ഷെ അത് മാത്രല്ല, ഈ എത്ര വെച്ച് കയറൂടെ? 10,000 12% അറൗണ്ട് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ ഏകദേശം അത് എത്രയാവും? 40 lakh അടുത്തേക്ക് എബോവ് 40 lakh വരിക. അപ്പൊ ഇവിടെ ആഫ്റ്റർ 20 years നിങ്ങളുടെ എത്ര വരും? ബാക്കി 1 CR വരും. ജീവിക്കാൻ വളരെ സിമ്പിൾ ആണ്. പക്ഷെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ ഭയങ്കരമായിട്ട് ചെലവ് കയറ്റി ജീവിക്കുമ്പോ എന്താ? നേരെ റിവേഴ്സ് എഫക്റ്റാ. അതായത് ഇപ്പൊ ഹോം ലോൺ വയ്ക്കുകയാണെന്ന് കരുതുക. ഹോം ലോൺ വയ്ക്കുമ്പോഴും അവസ്ഥ നമ്മുടെ ഒരു ഫണ്ട് ഇപ്പൊ ഹോം ലോൺ വെച്ച് 15 lakh ആണ് എന്ത്? ലോൺ വെച്ചേ. അപ്പം അതൊരു ഡിബേറ്റ് ആയി. അപ്പൊ ഞാൻ അങ്ങനെ ആളുടെ സംസാരിച്ച് പറഞ്ഞോളൂ, അതിന് പ്രാന്താന്ന് പറഞ്ഞു. നമ്മുടെ ഒരു നിർദ്ദേശം ചോദിച്ചു ഇങ്ങനെ. അപ്പൊ ഞാൻ ഒന്ന് ഇറങ്ങി ഓടിക്കുമെന്ന് പറഞ്ഞു. അവിടുന്ന് ബാങ്കിൽ നിന്ന് പണിയോന്ന് പറഞ്ഞ അവസാനം ആള് വെച്ചു എന്നിട്ട് അവസാനം അതെന്താ സംഭവിച്ചത് വെച്ച് കഴിഞ്ഞാൽ 13,500 എന്ത് വരണേ? EMI വരണേ. എത്ര വരണേ? 13,500 EMI വരണേ. ഇതിന്റെ ചതി എവിടെയാന്ന് അറിയോ? ഇതിന്റെ ചതി എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ആശ എടുത്തിട്ടുള്ളത് 20 കൊല്ലത്തില്ല. 20 കൊല്ലത്തേക്ക് എടുത്താണ്. 13,500 വെച്ചിട്ട് 20 കൊല്ലത്തേക്ക്. 13,500 വെച്ചിട്ട് 10 കൊല്ലത്തേക്ക് എത്രയായി? 13,50,000. ഒരു ജോലി ഉണ്ടാവാൻ അപ്പുറത്ത്. അപ്പോ 20 കൊല്ലത്തേക്ക് എത്രയായി? 26 ലക്ഷത്തി സംതിങ് വരും. 26 എബോവ് വരും. മനസ്സിലായോ? പ്ലസ് അതിന്റെ ഫൈനും കീനൊക്കെ ആയിട്ട് പിന്നെ ചാർജ്, ഫ്ലോട്ടിംഗ് ചാർജ് ഒക്കെ ആയിട്ട് കറങ്ങി തിരിഞ്ഞത് എത്രയാവും? ഒരു 30 ലക്ഷം ആവും. അപ്പൊ അദ്ദേഹത്തിന് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ 20 years എക്സ്ട്രാ 15 lakh
എന്തായി പോയി. ഇനി ആൾക്കാർക്ക് ഈ ഒരു റെസ്റ്റിംഗ് ഇല്ല, ഈ മരണം വരിക. അത് ഊരാൻ പറ്റില്ല, മനസ്സിലായോ പറഞ്ഞത്? ഇനി ഊരാൻ പറ്റില്ല, മൊത്തം എടുത്ത് അടയ്ക്കാനും പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ കൂടുതൽ പൈസ വരുമ്പോ എന്ത് ചെയ്യണം? അടയ്ക്കണം. റിട്ടേൺ കൊടുത്ത് പോകുമ്പോ അപ്പൊ നമുക്ക് ആക്ച്വലി ഇങ്ങോട്ട് കിട്ടേണ്ട സാധനം എങ്ങോട്ട് പോകും? ബാങ്കിലേക്ക് തിരിച്ചു പോകും. ഭയങ്കര പ്രശ്നമാണ് ലോൺ എടുക്കുമ്പോ. ഈ ബൈക്ക് എടുക്കുന്ന കാര്യമൊക്കെ അങ്ങനെയാണ്. ഇതിന്റെ കണക്ക് ഇങ്ങനെയാ. ഞാൻ ബൈക്ക് എടുത്ത അങ്ങനെയാ. ഞാൻ ഇതുപോലെ പ്രശ്നം കഴിഞ്ഞ് ട്യൂഷനൊക്കെ തുടങ്ങി പോട്ടെ വണ്ടി എടുക്കുക. എന്റെ ഒറ്റ പൈസ ഉണ്ടായിരുന്നില്ല വണ്ടി എടുക്കുമ്പോൾ. ഞാൻ അതുകൊണ്ട് ഇപ്പോഴും പറയാം, എനിക്ക് വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. എനിക്ക് 12,000 ശമ്പളം, 6,000 രൂപ ബൈക്കിന്റെ ഇടും, ബാക്കി പെട്രോൾ അടിക്കണം. ഞാൻ പിന്നെ നോക്കിയപ്പോൾ ബൈക്കിന് വേണ്ടിട്ട് ജീവിക്കണ പോലെ ഈ സാധനം പോവുകയാണെങ്കിൽ നമ്മുടെ ചെയ്യേണ്ട എല്ലാ എഫേർട്ടും ബൈക്കും വയ്ക്കുക എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഫിനാൻസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്തോ. ഓക്കെ, തിരിച്ചു വരാം. അപ്പൊ എന്താ റോഡ് സ്ലോയിലേക്ക് തിരിച്ചു വരാം. വേറെ കാര്യം എന്താ വെച്ചാല് ഈ കൺസെപ്റ്റില്, പക്ഷെ ഈ കൺസെപ്റ്റ് പറയുമ്പോൾ ആളുകൾ എന്താണ് ഒട്ടും സമ്മതിക്കില്ല. ആൾക്കാർ പിന്നെയും എന്താ ചെയ്യുക, ലൈഫ് കൂടുതൽ എന്താക്കാണ്, കോംപ്ലക്സ് ഒക്കെ ചെയ്യുക. പൈസ ഉണ്ടാവുകയാണെങ്കിലും പിന്നെയും എന്താവും, ലോണുകളും EMIs-ഉം. ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് എപ്പോഴും എന്താ, ഏറ്റവും ആദ്യത്തെ സമ്പാദ്യം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? വേറെ ആർക്കും ഒരു പൈസയും കൊടുക്കാനുണ്ടാവരുത്, മനസ്സിലായോ? വേറെ അതായത് എന്തുണ്ടാവരുത്, കടം ഉണ്ടാവരുത്. പൈസ ഇല്ലെങ്കിലും എന്താണ് കുഴപ്പമില്ല. റേഷനരി മേടിച്ചിട്ട് വീട്ടിലിരിക്കാൻ ആരോട് ചോദിക്കണ്ടല്ലോ. ഒരു വീടുണ്ടെങ്കിൽ തൽക്കാലം ഇരിക്കാൻ സ്ഥലം മഴയും കൊള്ളണ്ടല്ലോ. മിനിമലാണ് പറയണത്. കടം ഉണ്ടെങ്കിയ കാര്യങ്ങൾ എന്തായി മാറി. അപ്പൊ നമുക്ക് റേഷനരി അടിച്ച് വീട്ടിലിരുന്നാൽ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അത് കൊടുക്കാനുള്ള പൈസ ആൾക്കാരെ ഇങ്ങോട്ട് വരും, വീട്ടിലേക്ക് വരും. അങ്ങനെ പ്രശ്നമുണ്ട്. ശരിയല്ലേ പറഞ്ഞത്? ഭയങ്കര ബുദ്ധിമുട്ടത്. അത് എപ്പോഴും പ്ലാൻ ചെയ്ത് പൊക്കോളൂ എന്ന് പറയാം. ശ്രദ്ധിക്കുക. അപ്പൊ റോൾസ് ലോയില് ഒന്നുകൂടെ പറയാം. ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയോ? സ്റ്റേറ്റ്മെന്റ് എഴുതി. ഇതാ ഒന്നുകൂടെ പറഞ്ഞേ. സ്റ്റേറ്റ്മെന്റ് തിരിച്ചു വരാം. പറഞ്ഞേ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ. For volatile liquids, partial pressure of a component is equal to the product of the mole fraction of the component and the vapor pressure of the pure component. പഠിച്ചാ കുഴപ്പമില്ല, എഴുതിയാ? ആ രണ്ട് ഈക്വേഷൻസ് എഴുതി കേട്ടോ. PA equal to P0A into chi A, PB equal to P0P into chi B. P0P into chi B. അടുത്ത ഹെഡിങ് കൊടുക്കുക, ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. ആ കുറച്ച് ഭാഗം കുറിച്ച് എടുക്കണോട്ടോ. കറക്റ്റ് പഠിച്ചു വന്നോളൂ. പഠിച്ചു വരുന്നത് പതിവില്ലാണ്ട് എന്താണോ ഐഡിയൽ സൊല്യൂഷൻസ് എന്താന്ന് ചോദിച്ചപ്പോ കിട്ടിയ എല്ലാവർക്കും ഐഡിയൽ സൊല്യൂഷൻസ്. ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ. നോൺ ഐഡിയൽ എഴുതുന്നില്ല, എഴുതിയോ? എഴുതിന് അവിടെ കിടന്നോട്ടെ. ഒന്നുകൂടെ ഐഡിയൽ മാത്രം എടുത്ത് എഴുതും. ഐഡിയൽ സൊല്യൂഷൻ മാത്രം എടുത്ത് എഴുതും. ഐഡിയൽ സൊല്യൂഷൻസ്. അപ്പൊ എന്താണ് ഐഡിയൽ സൊല്യൂഷൻസ്? ഐഡിയൽ ഗ്യാസ് എന്തായിരുന്നു ഓർമ്മയില്ല? ഗ്യാസ് ലോസ് ഒബൈ ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐഡിയൽ. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ എന്താണ്? ഏത് ലോ ഇപ്പൊ പഠിച്ചേ? റോൾസ് ലോ. അപ്പൊ പറഞ്ഞേ എന്തായിരിക്കും ഐഡിയൽ സൊല്യൂഷൻസ്? റോൾസ് ലോ ഒബൈ ചെയ്യുന്ന സൊല്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐഡിയൽ സൊല്യൂഷൻ. ശ്രദ്ധിക്കണം, കൂടുതൽ ശ്രദ്ധിക്കാം. അതായത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണത്. ഞാനൊരു സൊല്യൂഷൻ എടുത്തു. A ഉണ്ട്, B ഉണ്ട്. മുകളിൽ പേപ്പർ പ്രഷർ വരില്ലേ? വരെ PA വരും, PB വരും. PAയും PBയും കാണാൻ നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യേണ്ട ആവശ്യം ഇപ്പൊ ഉണ്ടോ ഇല്ലയോ? ഇല്ല. കാരണം എന്താ? നിങ്ങൾക്ക് ഏത് കിട്ടിയാൽ മതി? ഈ രണ്ട് വാല്യൂസ് കിട്ടിയാൽ പോരെ? മതിയോ? നിങ്ങളപ്പോ എയുടെ പ്യൂർ പ്രൊപ്പോർഷൻ എടുക്കുക, ഇതിലുള്ള എയുടെ എന്തെടുക്കുക, മോൾ ഫ്രാക്ഷൻ എടുക്കുക, രണ്ടും കൂടെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? പറയേ. പാർഷ്യൽ പ്രഷറോ A കിട്ടി. എതിർക്കുണ്ടാ? ഇപ്പൊ നമ്മളത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടാണോ കണ്ടുപിടിച്ചത്? അല്ല, തിയറിറ്റിക്കലാണ് കണ്ടുപിടിച്ചത്. ഏത് ലോയുടെ സഹായത്തോടു കൂടെ? റോൾസ് ലോയുടെ സഹായത്തോടു കൂടെ. തിയറിറ്റിക്കലാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലെ? ഒരു വാല്യൂ കണ്ടുപിടിച്ചു. അപ്പൊ എത്ര വാല്യൂ നമ്മൾ തിയറിറ്റിക്കലി ചെയ്തപ്പോ നമുക്ക് വന്നത് 40 ATM ആണ്. എത്ര ATM? 40 ATM ആണ് നമുക്ക് വന്നത്. എതിർപ്പില്ലല്ലോ. ഇനി നമ്മള് ബാരോമീറ്റർ ഒക്കെ എടുത്തിട്ട് വന്നു. എയുടെ പ്രഷർ അളന്നു. എയുടെ പ്രഷർ അളന്നപ്പോഴും എത്ര ATM തന്നെയാണ്? എത്ര ATM? 40 ATM. അതായത് റോൾസ് ലോ ഉപയോഗിച്ച് തിയറിറ്റിക്കലി നമ്മൾ കണ്ടെത്തിയ വാല്യൂവും
ആ പാത്രം എടുത്ത് വെച്ചിട്ട് പാരാമീറ്റർ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് നമ്മൾ കണ്ടെത്തിയ വാല്യൂവും എന്താണ്? പറയേ, സെയിം ആണ്. അപ്പൊ ആ സൊല്യൂഷൻ ഏത് ലോ ഒബൈ ചെയ്യുന്നുണ്ട്? റോൾസ് ലോ ഒബൈ ചെയ്യുന്നുണ്ട്. കാരണം എന്താ? റോൾസ് ലോയുടെ തിയറിറ്റിക്കൽ വാല്യൂ പ്രഡിക്ട് ചെയ്ത് തന്നെയാണ് എന്ത് അതിന്റെ ആക്ച്വൽ എക്സ്പെരിമെന്റൽ വാല്യൂ. അപ്പൊ എന്ത് സൊല്യൂഷൻ ആണെന്ന് പറയാൻ ധൈര്യമായിട്ട്? ഐഡിയൽ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. എന്ത് സൊല്യൂഷൻ ആണ്? ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ എന്തായിരിക്കും നോൺ ഐഡിയൽ സൊല്യൂഷൻ? നോൺ ഐഡിയൽ സൊല്യൂഷൻ, ഞാൻ ഇതുപോലെ പ്രഷർ കണ്ടു, ഇക്വേഷൻ വെച്ചിട്ട് പ്രഷർ കണ്ടു 40 ATM. എത്ര ATM? 40 ATM. തിയറിറ്റിക്കലി എത്ര വാല്യൂ ആണ് വരുന്നത്? അവിടെ 40 ATM ആണ് വരേണ്ടത്. കുഴപ്പമില്ലല്ലോ, എതിർപ്പെട്ട ഇല്ല. ഞാൻ ബാരോമീറ്റർ ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്കി, എത്ര ATM ഉള്ളോ? എത്ര ATM ഉള്ളോ? 30 ATM ഉണ്ട്. എത്ര ATM ഉള്ളൂ? 30. വ്യത്യാസമല്ലേ? അപ്പൊ റോൾസ് ലോയിൽ പ്രെഡിക്ട് ചെയ്ത വാല്യൂ ആണ് അവിടെ വന്നത്? അല്ല. അപ്പൊ ആ സൊല്യൂഷൻ റോൾസ് ലോ ഒബൈ ചെയ്യണ്ട? ഇല്ല. എന്ത് സൊല്യൂഷൻ അപ്പൊ അത്? നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ ഐഡിയൽ സൊല്യൂഷന്റെ പ്രത്യേകത എന്താ? റോൾസ് ലോ ഒബൈ ചെയ്യും. റോൾസ് ലോ പ്രകാരം പ്രെഡിക്ട് ചെയ്യുന്ന വാല്യൂവും എക്സ്പെരിമെന്റ് പ്രകാരം ചെയ്യുന്ന വാല്യൂവും എന്തായിട്ട് വരും? സെയിം ആയിട്ട് വരും. പക്ഷെ ചില സൊല്യൂഷൻസിന് അത് എന്താവണമെന്നില്ല, സെയിം ആവണമെന്ന് നിർബന്ധം ഇല്ല. അപ്പൊ അതിന് കാരണങ്ങളുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻസ് വിച്ച് obey over an entire range of concentration and temperature. എല്ലാ കോൺസെൻട്രേഷനിലും എല്ലാ ടെമ്പറേച്ചറിലും റോൾസ് ലോ ഒബൈ ചെയ്യുന്ന സൊല്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐഡിയൽ സൊല്യൂഷൻസ്. അപ്പൊ ഒന്ന് ഡെഫിനിഷൻ കൈയോടെ പറഞ്ഞ്, വാട്ട് ഈസ് ഐഡിയൽ സൊല്യൂഷൻസ്? പറയൂ. സൊല്യൂഷൻസ് വിച്ച് ഒബൈ റോൾസ് ലോ ഓവർ, എന്താ വാക്ക് പറഞ്ഞ ലാസ്റ്റ്? എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ലാസ്റ്റ് വാക്ക് എന്താ? എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ. അപ്പൊ അങ്ങോട്ട് പറഞ്ഞേ, എന്താ ഐഡിയൽ സൊല്യൂഷൻസ്? സൊല്യൂഷൻസ് വിച്ച് ഒബൈ റോൾസ് ലോ ഓവർ എ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ. എഴുതാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ അത് എഴുതിയ ആദ്യം, അത് എഴുതിയേ. Ideal solutions which obey Rolle's law over entire range of concentration and temperature. Ideal solutions, the solutions which obey Rolle's law over entire range of concentration and temperature. അപ്പൊ അതിന്റെ ഇക്വേഷൻസ് എന്താ വരിക? അതിന്റെ ഇക്വേഷൻസ് എന്താ വരിക? PA = P0A × Ia. കാരണം എന്തുകൊണ്ടാ? അത് എന്താ ഒബൈ ചെയ്യുന്നുണ്ട്? റോൾസ് ലോ. ഈ ഇക്വേഷൻ നമ്മൾ ഇപ്പൊ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയോ? PA എന്ന് പറഞ്ഞാൽ എന്ത് വാല്യൂയാ? എക്സ്പെരിമെന്റൽ വാല്യൂ. ഇത് എന്ത് വാല്യൂയാ? തിയറിറ്റിക്കൽ വാല്യൂ. അത് രണ്ടും എന്തായിട്ട് വരും? സെയിം ആയിട്ട് വരും. അപ്പൊ PA = ഇങ്ങനെ, PB = P0B × Kb. P0B × Kb. അപ്പൊ ടോട്ടൽ പ്രഷർ എന്താ വരിക? ടോട്ടൽ പ്രഷർ ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷന്റെ മുകളിലുള്ള ടോട്ടൽ പ്രഷർ എന്താ വരിക? സൊല്യൂഷന്റെ മുകളിൽ ഏതൊക്കെ പ്രഷർ ഉണ്ട്? PA ഉണ്ട്, PB ഉണ്ട്. അപ്പൊ PA + PB. PAക്ക് പകരം എന്ത് കൊടുക്കാം? P0A × Ka. PBക്ക് പകരം എന്ത് കൊടുക്കാം? P0B × Kb. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്. അടുത്തൊരു പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഐഡിയൽ സൊല്യൂഷൻസിന്റെ ΔV മിക്സിങ് 0 ആയിരിക്കും. അങ്ങനെ പഠിച്ചാൽ മതി, വേറെ ഒന്നും കൂടുതൽ പഠിക്കണമെന്നില്ല. ΔH മിക്സിങ്ങും എന്തായിരിക്കും? = 0 ആയിരിക്കും. ഐഡിയൽ സൊല്യൂഷൻസിന്റെ ΔH മിക്സ് 0 ആയിരിക്കും, ΔV മിക്സ് 0 ആയിരിക്കും. ഓക്കെ, there is no change in volume. There is no change in volume. ΔH 0 ആണെങ്കിൽ there is no heat is liberated or absorbed. ഈ പ്രോസസ് നടക്കുന്നതിന്റെ ഫലമായിട്ട് ഹീറ്റ് പുറത്തേക്ക് വരില്ല, ഹീറ്റ് അകത്തേക്ക് എടുക്കില്ല.
ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. ഈ രണ്ട് പോയിന്റ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് പറയണ്ടേ എന്റെ സംഗതി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടെ എഴുതണം അതില്. AA and BB interaction. AA and BB interaction is the same as AB interaction. Intermolecular force ആണ് ഉദ്ദേശിക്കുന്നത്. കെമിസ്ട്രി കേട്ടോ, പക്ഷെ ഇന്ററാക്ഷൻ അല്ല, ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ആയിരിക്കുള്ളൂ. ഇന്റർമോളിക്കുലാർ സെയിം തന്നെ, ഇന്റർമോളിക്കുലാർ ഫോഴ്സ്. ഇവിടെയും ഇന്റർമോളിക്കുലാർ ഫോഴ്സ്. ബോർഡിൽ ശ്രദ്ധിച്ചേ മക്കളെ, ഇനി ഇവിടെ ശ്രദ്ധിക്കും. കഴിഞ്ഞോ? എഴുതിയിട്ട് പേര് എഴുതി. കഴിഞ്ഞോ? ഇതൊക്കെ വിശദീകരിച്ച് എടുക്കണ്ടേ? ശ്രദ്ധിക്കുക. അതായത് ഒരു പാത്രത്തില് മാഷൊരു 5 ml എ എടുത്തു. എത്ര ml? 5 ml എ എടുത്തു. 5 ml എന്ന് വെച്ചാൽ വോളിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താ ഉദ്ദേശിക്കുന്നത്? വോളിയം. എതിർപ്പുണ്ടാ? ശ്രദ്ധിക്കട്ട, കൺസെപ്റ്റും കൂടെ ഒന്ന് മനസ്സിലാവാനാണ്. ഇനി എഴുതി നിർത്തും, ബാക്കിയില്ലേ മാഷ? ശ്രദ്ധിക്കും. 5 ml എ എടുത്തു. വേറൊരു പാത്രത്തില് വേറൊരു ലിക്വിഡ് എടുക്കുകയാണ്. അത് എത്ര ml എടുത്താണ്? 2 ml എടുത്താണ്. അപ്പൊ ഇതിൽ ആരാ സൊല്യൂട്ട്? എ ആണോ ബി ആണോ? ആരാ സൊല്യൂട്ട്? ബി. നെക്സ്റ്റ് സ്റ്റെപ്പില് ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്തു? മിക്സ് ചെയ്തു. ബോളിൽ നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. എയും തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെയാണോ, ബിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെയാണോ, ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എങ്ങനെയാണോ, അത്ര തന്നെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ആണ് ആര് തമ്മിലുള്ളത്? എയും ബിയും തമ്മിലുള്ളത്. അപ്പൊ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അട്രാക്ഷൻ, ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അട്രാക്ഷൻ, ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അട്രാക്ഷൻ, ഈ 3 അട്രാക്ഷൻ എന്താന്ന് കൂട്ടിക്കോ? സെയിം ആണെന്ന് കൂട്ടിക്കോ. എതിർപ്പില്ലല്ലോ. രണ്ടും കൂടെ മിക്സ് ചെയ്തില്ലേ മാഷ്? മിക്സ് ചെയ്യുമ്പോഴും അട്രാക്ഷൻ എന്താ? സെയിം ആണ്. അപ്പൊ മോളിക്യൂളിന്റെ ഇടയിലുള്ള എയും ബിയും തമ്മിലുള്ള മോളിക്യൂളുകളുടെ ഇടയിലുള്ള ദൂരം കൂടി കുറയെ എന്തെങ്കിലും ഉണ്ടാവും? കൂടി കുറയെ എന്തെങ്കിലും ഉണ്ടാവും? ഉണ്ടാവില്ല. കാരണം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ട് 3 അട്രാക്ഷൻ എന്താണ്? സെയിം ആണ്. എ ആൻഡ് ബി ബി അട്രാക്ഷൻ ഈസ് സെയിം ആസ് എ ബി അട്രാക്ഷൻ. അപ്പൊ മോളിക്യൂൾസിന്റെ എണ്ണം കുറയണമില്ല, കൂടുന്നില്ല. സോറി, മോളിക്യൂൾസിന്റെ എണ്ണം അല്ല, മോളിക്യൂൾസ് തമ്മിലുള്ള ദൂരം പറയേ. മോളിക്യൂൾസ് തമ്മിലുള്ള ദൂരം കുറയണമില്ല, കൂടണമില്ല. ഇതിന്റെ വോളിയം എത്രയായിരിക്കും? മിക്സ് ചെയ്തതിന് ശേഷമുള്ള ടോട്ടൽ വോളിയം എത്രയായിരിക്കും? 0 എത്രയാ? 7. കാരണം ഈ 5 ml ഇവിടെ ഉണ്ട്, ഈ 2 ml ഇവിടെ ഉണ്ട്. അതേ അട്രാക്ഷൻ തന്നെയല്ലേ ഇവിടെയും. അപ്പൊ ടോട്ടൽ വോളിയം രണ്ടുപേരെയും വോളിയത്തിന്റെ അത്ര തന്നെ വോളിയം ഉണ്ടാവും. കൂടില്ല, കുറയില്ല. കാരണം എന്താ? അട്രാക്ഷൻ കൂടിയിട്ടുമില്ല, കുറഞ്ഞിട്ടുമില്ല. അട്രാക്ഷൻ കൂടിയിട്ടുമില്ല, കുറഞ്ഞിട്ടുമില്ല. മനസ്സിലായ പറഞ്ഞത്? അട്രാക്ഷൻ കൂടിയിട്ടുമില്ല, കുറഞ്ഞിട്ടുമില്ല. ഉദാഹരണത്തിന് വേറെ രീതിയിൽ വേണമെങ്കിൽ ഉദാഹരണം ആക്കാം. അതായത് ഇപ്പൊ രണ്ട് ടൈപ്പിന്റെ ഫാൻസ് ആണ്. മോഹൻലാലിന്റെ ഫാൻസ്, മോഹൻലാലിന്റെ ഫാൻസ്. അയ്യോ ഓക്കെ, ഇതുപോലെ ഇതിന് ഇരിക്കുകയാണ്. അപ്പൊ മോഹൻലാലിന്റെ ഫാൻസ് ആര് ഇത്ര കാലത്തിലാണ് ഇരിക്കുന്നത്, ഉമ്മടിയുടെ ഫാൻസ് ആര് ഇത്ര കാലത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതില് നിങ്ങൾക്ക് 2 ചെയർ മതി അല്ലെ? 2 ചെയറിന്റെ കൂടെ 2 ചെയർ കൂടെ. ഇവിടെയും എത്ര ചെയറാ? 2 ചെയർ. കുഴപ്പമില്ലല്ലോ, ഇതൊരു ഓക്കെ അല്ലേ? ഇവന്മാര് ഒരുമിച്ച് ഇരിക്കാൻ പറഞ്ഞു നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുന്നു, ചുമ്മാ ഐഡിയയിൽ മനസ്സിലാക്കുക. അപ്പൊ ഇവര് നമ്മളുടെ അട്രാക്ഷൻ കൂടണമില്ല. അപ്പൊ എത്ര ചെയർ വേണം? 4 ചെയർ അപ്പുറം വേണ്ടേ? ഇനി വേറെ ചിന്തി ചോദിക്കുക, ഇവന്മാര് നമ്മളുടെ അട്രാക്ഷൻ കുറയുക. ഓലാലും മോട്ടി ടൈപ്പ് അല്ലേ? ഇപ്പോഴും ഉണ്ട് അവരുടെ ചെറിയ തോതിലുണ്ട് അല്ലേ? ഇപ്പോഴും ഉണ്ട്. അതല്ലേ ഈ 2 ആൾക്കാരെ സമ്മതിക്കണം അല്ലേ? നല്ല പുറകളായിട്ട് ഇങ്ങനെ ഓടിപ്പിക്കണം. പോട്ടെ, ഞാൻ പണ്ട് മോഹൻലാലിന്റെ ആളായിരുന്നു അല്ലേ? അപ്പൊ എന്താ ഇവിടെ ശ്രദ്ധിച്ചേ, ഇപ്പൊ ഇങ്ങനെ ഇരിക്കണം അല്ലെ? ഇനി പറയുകയാണ് ഇവര് തമ്മിലുള്ള അട്രാക്ഷൻ എന്താ? കുറഞ്ഞു. ഇവര് തമ്മിലുള്ള അട്രാക്ഷൻ കുറഞ്ഞു.
ഇവർക്ക് രണ്ടുപേർക്ക് ഇരിക്കാൻ 2 ചെയർ വേണം, ഇവിടെ 2 ചെയർ വേണം. ചുമ്മാ പക്ഷെ പറയണം അകല കൂട്ടിയാൽ മതി. അപ്പൊ അട്രാക്ഷൻ കുറഞ്ഞു. ഒറ്റയ്ക്ക് ഇരിക്കുന്നേക്കാളും അട്രാക്ഷൻ കുറവാണ് മിക്സ് ആയിട്ടിരിക്കുമ്പോ. അപ്പൊ ആദ്യം മോഹൻലാലിന്റെ അവിടെ വന്നു, പിന്നെ മമ്മൂട്ടിയുടെ ആള് വരുമ്പോ ഇവര് ഇവിടെ ഇരുന്ന അകലത്തില് ഇവിടെ ഇരിക്കുവോ? ഇല്ല. അട്രാക്ഷൻ എന്താ പറയ? അട്രാക്ഷൻ എന്താ? കുറവാ. അപ്പൊ കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറിയിരിക്കും, കുറച്ചുകൂടെ അകന്നിട്ടിരിക്കും. ശരിയല്ലേ? അടുത്ത ആള് വരും, അപ്പൊ അവനും കുറച്ചുകൂടെ എന്ത് ചെയ്യും? വീണ്ടും അവൻ പറയോ അകന്നിരിക്കും. അടുത്ത ആള് വരുമ്പോ കുറച്ചുകൂടെ എന്ത് ചെയ്യും? അകന്നിരിക്കല്ലേ ചെയ്യാ? ആണോ? കാരണം എന്താ? അട്രാക്ഷൻ കുറഞ്ഞു. ഇവര് തമ്മിലുള്ള അട്രാക്ഷൻ മിക്സ് ചെയ്തിരിക്കുമ്പോ ഉണ്ടോ? ഇല്ല. അപ്പൊ അട്രാക്ഷൻ എന്താ ചെയ്തേ? അവിടെ കുറഞ്ഞു. അട്രാക്ഷൻ കുറയുമ്പോ അവിടെ സ്ഥലം കൂടുതൽ വേണ്ടി വരിക ചെയ്ത, മിക്സ് ചെയ്തപ്പോ കുറവ് വേണ്ടി വരിക ചെയ്തേ, കൂടുതൽ സ്ഥലം വേണ്ടി വന്നു അല്ലെ? അപ്പൊ ഡെൽറ്റ വി മിക്സിംഗ് എന്തായിരിക്കും? ഡെൽറ്റ വി മിക്സിംഗ് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. ഇത് രണ്ടും കൂട്ടിയുള്ള വോളിയാണോ? അത് അല്ല. എന്താ? ഇത് വലുതും ഇത് രണ്ടും കൂട്ടി എന്താ? ചെറുതുമാണ് വരിക. അപ്പൊ ഡെൽറ്റ വി മിക്സിംഗ് എന്തായിരിക്കും? പോസിറ്റീവ് അല്ലേ വരിക? എപ്പോ? അട്രാക്ഷൻ കുറയുകയാണെങ്കിൽ. അട്രാക്ഷൻ എന്താവുകയാണെങ്കിൽ കുറയുകയാണെങ്കിൽ. കാരണം എന്താ? മോളിക്യൂൾസ് നമ്മുടെ അട്രാക്ഷൻ കുറഞ്ഞെന്ന് പറയുമ്പോ അവരെങ്ങനെ ഇരിക്കുക? അവരെന്ത് ചെയ്യും? റിപ്പൽ ചെയ്തിട്ട് കുറച്ച് അകന്നിരിക്കും അല്ലെ? അകന്നിരിക്കുമ്പോ ഇരിക്കാൻ കൂടുതൽ എന്ത് വേണം? കൂടുതൽ സ്ഥലം വേണം. അപ്പൊ 5 2 മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 8 കിട്ടും. 5 2 മിക്സ് ചെയ്ത് എത്ര കിട്ടും? ഇവിടെ പറയടാ ബോളി എന്ത് ചെയ്യൂ? ഇവിടെ കൂടുതൽ സ്ഥലം വേണ്ടാ. ഇവിടെ ഇത് രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഏരിയ അല്ലേ ഉള്ളത്? ഇവിടെ 4 സ്ക്വയർ മീറ്റർ, 4 മീറ്റർ സ്ക്വയർ, ഇവിടെ 4 മീറ്റർ സ്ക്വയർ. 4 മിക്സ് ചെയ്ത് എത്ര കിട്ടും? 8 കിട്ടും. അതെപ്പോ? ഇവന്മാര് പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ടിരിക്കുകയാണെങ്കിൽ അല്ലേ? ഇവിടെ ശ്രദ്ധിക്കുക, ഇവന്മാര് പ്രശ്നമൊന്നും ഉണ്ടാക്കണില്ല, ഞങ്ങള് അവന്റെ അടുത്ത് ഇരിക്കില്ല, ഞാൻ നീങ്ങിട്ട് ഇരിക്കുക അങ്ങനെയൊന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ 4 കൂട്ടുമ്പോ എത്ര കിട്ടും? 8 മീറ്റർ സ്ക്വയർ മതി സ്ഥലം. ആണോ? അല്ല, ഒരുത്തം പറയണേ എനിക്ക് മറ്റേ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വേണം? 4 കൂട്ടി 8 മതിയാവോ? 8 മതിയാവില്ലേ? അവിടെ എത്ര വേണ്ടി വരും? 10 വേണ്ടി വരുന്നത്. കാരണം എന്താ? അട്രാക്ഷൻ എന്താ പറഞ്ഞു? അട്രാക്ഷൻ എന്താ? അപ്പൊ ഡെൽറ്റ വി മിക്സിംഗ് എന്താ വരിക? പോസിറ്റീവാ വരിക. ഇനി തിരിച്ചിട്ട് ചോദിക്കുക, അട്രാക്ഷൻ കൂടിയല്ല? അട്രാക്ഷൻ കൂടി. ഇത് ഒരു ഭയങ്കര അപ്പൊ ഇവര് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നു. എത്ര ചെയർ വേണം? എത്ര ചെയർ വേണം? ഇത് ഭയങ്കര സ്നേഹത്തില്ല. അപ്പൊ മമ്മൂട്ടി മോഹൻലാലിനെ പറയും, എനിക്ക് 2 പേർക്ക് കൂടുതൽ ചെയർ മതി എന്ന് പറഞ്ഞു. മനസ്സിലായ? അപ്പൊ അട്രാക്ഷൻ എന്താ? കൂടി. അപ്പൊ മിക്സ് ചെയ്തതിന് ശേഷമുള്ള വോളിയം എന്ത് ചെയ്യും? മിക്സ് ചെയ്തതിന് ശേഷമുള്ള വോളിയം കുറയും. അപ്പൊ അട്രാക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഡെൽറ്റ വി മിക്സിംഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ? അട്രാക്ഷൻ കൂടി. അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുന്നേക്കാളും കുറഞ്ഞ സ്പേസ് മതി എപ്പോ ഒരുമിച്ചിരിക്കാം. കാരണം എന്താ? മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ കൂടുകയാണ് ചെയ്തത് അല്ലെ? അപ്പൊ മോളിക്യൂൾസ് അടുക്കുമ്പോ എന്താ? ടോട്ടൽ വോളിയം റിക്വയർഡ് കൂടുക ചെയ്യുക കുറയും. ഇന്ററാക്ഷനിൽ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ എന്തായിട്ട് തന്നെ തുടരും? അടുക്കണമില്ല, അകലണമില്ല. അപ്പൊ എന്താ? മിക്സ് ചെയ്യണതിന് മുന്നേ എത്ര വോളിയാണോ വേണ്ടി വന്നത് അത്ര തന്നെ വോളിയം എപ്പോഴും വേണ്ടി വരും. മിക്സ് ചെയ്തതിന് ശേഷവും വേണ്ടി വരും. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഇന്ററാക്ഷൻസ് എന്താണ്? ഇന്ററാക്ഷൻസ് സെയിം ആണ്. ഇന്ററാക്ഷൻസ് എന്താ? അപ്പൊ വോളിയം എന്ത് ചെയ്യുന്നില്ല? കൂടണമില്ല. അപ്പൊ ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം ചെയ്ത് എത്ര കിട്ടും? അട്രാക്ഷൻ കുറയുമ്പോ എന്താ സംഭവിക്കുക? അട്രാക്ഷൻ കുറയുമ്പോ ഫൈനൽ വോളിയം കൂടും. അപ്പൊ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യുമ്പോൾ ഉത്തരം എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും അല്ലേ? അട്രാക്ഷൻ കൂടുമ്പോ എന്താ സംഭവിക്കുക? ഫൈനൽ വോളിയം കുറയും. അപ്പൊ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നെഗറ്റീവ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ആലോചിക്കുക, നോൺ ഐഡിയൽ എത്ര ടൈപ്പ് ഉണ്ടാവും? ഐഡിയൽ എന്താ? അട്രാക്ഷൻ എന്താ? ഐഡിയലിലെ അട്രാക്ഷൻ എന്താ? സെയിം ആണ്. ആണോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഐഡിയലിലെ അട്രാക്ഷൻ എന്താ? അപ്പൊ അട്രാക്ഷൻ സെയിം അല്ലാത്ത കേസ് വരില്ല. ഇനി അതാണ് എന്താവാൻ പോണേ? അത് എത്ര ടൈപ്പ് ഉണ്ടാവും? 2 ടൈപ്പ് ഉണ്ടാവും. ഏതാ? അട്രാക്ഷൻ ഒന്ന് പോസിറ്റീവ് ഡീവിയേഷൻ, ഒന്ന് നെഗറ്റീവ് ഡീവിയേഷൻ. അങ്ങനെയാണ് വരുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഡെൽറ്റ വി മിക്സിംഗ് 0 ആവണേ? മോളിക്യുലർ ഫോഴ്സ് സെയിം ആയതുകൊണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് കാര്യമായിട്ടുള്ള വ്യത്യാസം വരില്ല. അട്രാക്ഷൻ കുറയുമ്പോ മോളിക്യൂൾസ്
പറയ അട്രാക്ഷൻ കുറയുമ്പോൾ മോളിക്യൂൾസ് അകലും. ഏത് വോളിയം കൂടും? ഫൈനൽ വോളിയം കൂടും. ഫൈനൽ മൈനസ് ഇനീഷ്യലി ചെയ്യുമ്പോൾ ഉത്തരം എന്ത് കിട്ടും? പോസിറ്റീവ്. കുഴപ്പമില്ലല്ലോ. ഇതാണ് എന്റെ കൺസെപ്റ്റ്. സിമ്പിൾ അല്ലേ? ഇനി ഏതിനോട് സംസാരിക്കണം? ഡെൽറ്റ എച്ചിനോട് സംസാരിക്കണം. നമുക്ക് സംസാരിക്കാം. അതിന് മുൻപ് ഐഡിയൽ സൊല്യൂഷൻസിൽ എന്താ പഠിക്കേണ്ടത് അറിയോ? ഇത്രയും നമ്മൾ പഠിക്കണ്ടോ? വാട്ട് ഈസ് ഐഡിയൽ സൊല്യൂഷൻ? എന്താ ഐഡിയൽ സൊല്യൂഷൻസ്? സൊല്യൂഷൻസ് which obey Rolle's law over an entire range of concentration and temperature. പിന്നെ പഠിക്കേണ്ടത് നിങ്ങൾ വേറെ ഇതൊന്നും പഠിക്കണമെന്നില്ല. നമുക്ക് എന്താ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. എന്താ? ഡെൽറ്റ വി മിക്സ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മിക്സ് ഈക്വൽ ടു. ഇനി ശ്രദ്ധിക്കാം, ഡെൽറ്റ എച്ചിന്റെ വിഷയത്തിലേക്ക് കൂടെ വരാം. അട്രാക്ഷൻ കൂടുന്നില്ല, കുറയണില്ല. കഴിഞ്ഞ വർഷം 100,000 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. അട്രാക്ഷൻ കൂടുമ്പോൾ എനർജി കുറയും. ഓർമ്മയില്ല? സ്റ്റെബിലിറ്റി കൂടും. ഇതല്ലേ കണക്ക്? അട്രാക്ഷൻ കുറയുമ്പോ അല്ല, അട്രാക്ഷൻ കുറയുകയാണെങ്കിൽ എനർജി കൂടും. റിപ്പൾഷൻ ടേംസിൽ പറയാറുണ്ട് സ്റ്റെബിലിറ്റി കുറയും. അപ്പൊ അട്രാക്ഷനിൽ മാറ്റമൊന്നും വരുന്നില്ല. അപ്പൊ എനർജിയിൽ മാറ്റം വരുമോ? സിസ്റ്റത്തിലുള്ള എനർജിക്ക് മാറ്റം വരണ്ട. ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ മിക്സ് ചെയ്യുന്നതിന് മുൻപുള്ള എന്താൽപ്പിയും മിക്സ് ചെയ്തതിന് ശേഷമുള്ള എന്താൽപ്പിയും എന്തായിട്ട് വരും? ഈക്വൽ ആയിട്ട് വരും. കാരണം എന്തുകൊണ്ട്? അട്രാക്ഷൻ കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. അട്രാക്ഷൻ കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. ഐഡിയ മനസ്സിലായ? അപ്പൊ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്താൽപ്പി ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0 കിട്ടും. എന്തുകൊണ്ട് എന്താൽപ്പിയിൽ വ്യത്യാസം വരാത്ത? അട്രാക്ഷൻ കൂടിയിട്ടില്ല, കുറഞ്ഞു. അട്രാക്ഷൻ കൂടി എന്താ സംഭവിക്കുക? എന്താൽപ്പി അട്രാക്ഷൻ കൂടിയ എന്താൽപ്പി എനർജി കുറയും അല്ലെ? അട്രാക്ഷൻ കൂടിയാൽ എനർജി കുറയും. അത് കഴിഞ്ഞാലും പഠിച്ചിട്ടുള്ളതാണ്. ആണോ? അതെ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എങ്ങനെയാണ്? അട്രാക്ഷൻ കൂടിയാൽ എനർജി ലെവൽ കുറയും, സ്റ്റെബിലിറ്റി എന്താണ്? കൂടും. കുഴപ്പമില്ലല്ലോ. അട്രാക്ഷൻ കൂടിയാൽ എനർജി കുറയും, സ്റ്റെബിലിറ്റി എന്താണ്? കൂടും. ശ്രദ്ധിക്കുക. കുഴപ്പമില്ലല്ലോ. എനിക്ക് നമുക്ക് വരാം, അതുകൂടെ കണക്ട് ചെയ്ത്. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ 0 ആയത്? എന്തുകൊണ്ടാണ് 0 ആയത്? അഗെയിൻ കൂടിയിട്ടില്ല, എനർജിയിൽ വ്യത്യാസം വരുമോ? ഇല്ല. അപ്പൊ ഇവിടുത്തെ എന്താൽപ്പി 100 ജൂള്, ഇവിടുത്തെ എന്താൽപ്പി 100 ജൂള്, ഇവിടുത്തെ എന്താൽപ്പി എത്ര ജൂളായിരിക്കും? എത്ര ജൂളായിരിക്കും? 200 ജൂള്. പ്രശ്നമില്ലല്ലോ. എണപ്പോ അപ്പൊ ഇത് എഴുതിയോ? തിയറി കംപ്ലീറ്റ് എഴുതിയോ? അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ പഠിച്ചു കഴിയാണ് കേട്ടോ. ഐഡിയൽ സൊല്യൂഷൻ അപ്പൊ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ്. വാട്ട് ഈസ് ഐഡിയൽ സൊല്യൂഷൻ? സൊല്യൂഷൻസ് which obeys Rolle's law over entire range of concentration and temperature. രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ്. ഡെൽറ്റ വി മിക്സ് ഈക്വൽ ടു പറയേ ഡെൽറ്റ വി മിക്സ് ഈക്വൽ ടു 0, ഡെൽറ്റ എച്ച് മിക്സ് ഈക്വൽ ടു 0. എ കോമ ബി ബി ഇന്ററാക്ഷൻ ഈസ് സെയിം ആസ് എ ബി ഇന്ററാക്ഷൻ അല്ലേ? ഇത്ര അവിടെ പഠിക്കണ്ടോ? തിയറിയിൽ ഇത്ര പഠിക്കണ്ടോ? വേറെ പഠി. ബാക്കി അതിന്റെ വിശദീകരണമായിട്ട് പറയുന്നതാണ് എങ്ങനെയാണ് 0 വന്നത്, എങ്ങനെയാണ് ഡെൽറ്റ എച്ച് 0 വന്നത് എന്നുള്ളത്. അത് കണക്റ്റഡ് ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്കപ്പോൾ നോൺ ഐഡിയലും കൂടെ എഴുതാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഇത് ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഇതിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണെന്ന് എഴുതുക നമ്മൾ. ഇതിന്റെ ഗ്രാഫിന്റെ ഒരു പ്ലോട്ടിംഗ് ഉണ്ട്, ഇതോട് വരച്ചിടാം. അതായത് ബോൾഡ് ശ്രദ്ധിക്കോ, ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. ഇവിടെ മോൾ ഫ്രാക്ഷൻ ഓഫ് ഏതാണ്? എ മാത്രമേ ഉള്ളൂ. എ എന്ന് പറഞ്ഞ സോൾവെന്റാ സൊല്യൂട്ടാ? എ എന്ന് പറഞ്ഞ സോൾവെന്റാ സൊല്യൂട്ടാ? സോൾവെന്റ്. അപ്പൊ ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? മോൾ ഫ്രാക്ഷൻ ഓഫ് എ എത്രയാ? 1 ആയില്ലേ? അപ്പൊ മുഴുവൻ ആര് മാത്രമേ ഉള്ളൂ? എ മാത്രമേ ഉള്ളൂ, മറ്റേ ആളില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. y ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് പ്രഷർ. ഇവിടെയും പ്രഷറാണ് കേട്ടോ. എതിർപ്പുണ്ടാ? ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഈ പ്രഷറിന്റെ പ്രത്യേകത എന്താ? ആര് മാത്രം ഉള്ളപ്പോഴുള്ള പ്രഷറാണ്? ആര് മാത്രം ഉള്ളപ്പോഴാ? ഉറക്കെ പറ. എ മാത്രം ഉള്ളപ്പോ അല്ലെ? കാരണം ഈ പോയിന്റില് മോൾ ഫ്രാക്ഷൻ ഓഫ് എ എത്രയാ? 1. അവിടെയുള്ള പ്രഷർ അപ്പൊ എത്രയാ? P0 എന്ന് വിളിക്കാം അല്ലെ? എ മാത്രമുള്ള പ്രഷറിനെയാണ് എന്ന് വിളിക്കണേ P0. ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ എത്തുമ്പോഴേ കൈ എ ഈക്വൽ ടു 0 ആവും, കൈ ബി ഈക്വൽ ടു 1 ആവും. അങ്ങനെയാണ് അത് കൊണ്ടുവരുന്നത് നമ്മൾ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കണേ? എയുടെ മോൾ ഫ്രാക്ഷൻ കുറയണോ, ബിയുടെ മോൾ ഫ്രാക്ഷൻ കൂടും. അപ്പൊ ഈ ലൈൻ ഇങ്ങനെ വരും. എന്താ അങ്ങനെ വരയ്ക്കാൻ കാരണം? പക്ഷെ എയുടെ മോൾ ഫ്രാക്ഷൻ ഇത് വരികയാണ് ചെയ്യണേ, കുറഞ്ഞ് അവിടെ ഉണ്ടാ ഇല്ല. അപ്പൊ എത്ര ചെയ്ത്? കുഴപ്പമില്ലല്ലോ. ഈ പോയിന്റിൽ അപ്പൊ ആരുടെ പ്രഷർ ആയിരിക്കും മാർക്ക് ചെയ്യേണ്ട? പക്ഷെ ഈ പോയിന്റിൽ ആരുടെ പ്രഷർ ആയിരിക്കും? B0 B. എന്തുകൊണ്ടാ? ആ പോയിന്റിൽ ആര് മാത്രമേ ഉള്ളൂ?
പി മാത്രമേ ഉള്ളൂ, P0 P. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ടല്ലേ വരിക, വരണ്ടേ ആണോ? അതെ, കാരണം എന്തുകൊണ്ടാ കുറഞ്ഞു വരികയാണ് വേണ്ടത്, കാരണം ഇങ്ങോട്ട് വരുന്നോറും പിയുടെ മോൾ ഫ്രാക്ഷൻ കുറഞ്ഞു വരികയാണ്, 0 ആവും. അപ്പൊ ഇവിടെ 0. ഇത് രണ്ടും ജോയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത്തിരി പൊക്കി വരച്ചോളൂ കേട്ടോ. P0A കൂടുതൽ സോൾവെന്റ് ഉള്ളത് കൊണ്ട് ഉയർത്തി വരയ്ക്കാം. ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ അപ്പൊ എന്തായിരിക്കും, അത് രണ്ടും കൂടെ ആഡ് ആവുന്ന ലൈനാണ്. അതായത് PA പ്ലസ് PP, അതായത് സൊല്യൂഷന്റെ എന്ത് പ്രഷർ, സൊല്യൂഷന്റെ ടോട്ടൽ പ്രഷർ. നേരത്തെ എഴുതിയിരുന്നു സൊല്യൂഷന്റെ ടോട്ടൽ പ്രഷർ എന്താ, PA പ്ലസ് PB. അപ്പൊ ഈ ലൈൻ എന്തിനാ ഉദ്ദേശിക്കുന്നത്, ആരുടെ പാർഷ്യൽ വരുന്ന പ്രഷറാ, എയുടെ. ഈ ലൈൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത്, എയുടെ പ്രഷർ. ഇത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്, പറയേ, ബിയുടെ പ്രഷർ. ഈ ലൈൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത്, ആ ലൈൻ ആരാ, സൊല്യൂഷന്റെ ടോട്ടൽ പ്രഷർ. ഇത് ഏത് ലോ പ്രകാരമാണെങ്കിലാണ്, റോൾസ് ലോ പ്രകാരമാണ് അല്ലെ. അപ്പൊ ഏത് സൊല്യൂഷന്റെ ആണ് നമ്മൾ പറയുന്നത്, ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫാണ് കാണുന്നത്. കംപ്ലീറ്റ് ലൈൻസ് എന്തായിരിക്കും, കംപ്ലീറ്റ് ലൈൻസ് എന്തായിരിക്കും, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. കംപ്ലീറ്റ് ലൈൻസ് എന്തായിരിക്കും, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. അപ്പോ ആ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കണം. പരീക്ഷയ്ക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറയാറുണ്ട്. ചില സമയത്ത് ഗ്രാഫ് തന്നിട്ട് സൊല്യൂഷൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. എല്ലാം സ്ട്രൈറ്റ് ലൈൻസ് ആണെങ്കിൽ എന്താണ്, എന്ത് സൊല്യൂഷൻസാ, ഐഡിയൽ സൊല്യൂഷൻസാ. ഇവിടെ ശ്രദ്ധിച്ചേ, എന്തുകൊണ്ട് ഇതൊക്കെ സ്ട്രൈറ്റ് ലൈൻസ് വന്നേ, നിങ്ങൾ ഈ ഇക്വേഷൻസ് വാച്ച് ചെയ്തോ ഉണ്ടോ, ഇതൊക്കെ എന്തിന്റെ ഇക്വേഷൻസാ, y ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഫോർമാറ്റാ. അതില് c ഉണ്ട്, അതില് c അപ്പൊ എത്രയാ, ഇന്റർസെപ്റ്റ് 0 അല്ലേ വേറെ, ഇത്രയേ ഉള്ളൂ. അതാണ് സംഗതി സ്ട്രൈറ്റ് ലൈൻ വരാനുള്ള കാരണം. അപ്പൊ ഒന്ന് അവസാനിപ്പിച്ച ഗ്രാഫും കൂടെ പ്ലോട്ട് ചെയ്തിട്ട് അതിന്റെ പണി കഴിയും. ഗ്രാഫും കൂടെ പ്ലോട്ട് ചെയ്തിട്ട്, ഗ്രാഫ് പഠിക്കണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രാഫ്. പോസിറ്റീവും കൂടെ എഴുതിയിട്ട് നിർത്തും. ഗ്രാഫ് പ്ലോട്ട് ചെയ്തോ, ആയിക്കോട്ടെ, പെട്ടെന്ന് എഴുതി. ഓൾറെഡി ഇനി പറഞ്ഞേ, പോസിറ്റീവ് ഡീവിയേഷൻ നിങ്ങൾ പറഞ്ഞു, നോൺ ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ്. ഇതിലെ എക്സാമ്പിൾസ് എഴുതണം കേട്ടോ. ഇതിലൊരു 1-2 വരി വിട്ടോളൂ കേട്ടോ, മുകളിലൊരു വരി വിട്ടിട്ട് 1-2 വരി വിട്ടിട്ട് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. എന്താ പോസിറ്റീവ് ഡീവിയേഷൻ, ശ്രദ്ധിച്ചേ. അതായത് ഇവിടെ സംഭവിക്കുക ഇത്രയേ ഉള്ളൂ, നമ്മള് വോളറ്റൈൽ ലിക്വിഡ്സിന്റെ സൊല്യൂഷൻ എടുത്തു. എയും ഉണ്ട്, ആരും ഉണ്ട്, ബിയും ഉണ്ട്. എയും ഉണ്ട്, ബിയും ഉണ്ട്. എന്താ വരച്ച് കഴിഞ്ഞില്ലേ, വരക്കേ നോക്കാം, പറയട്ടെ, ഇവിടെ അവസാനിപ്പിക്കാം. എയും ഉണ്ട്, ബിയും ഉണ്ട്. റോൾസ് ലോ പ്രകാരം നമ്മൾ എങ്ങനെയാ ഇതിന്റെ ടോട്ടൽ പ്രഷർ കാണുക, P0A കൈ എ പ്ലസ് എന്താ P0B കൈ ബി, അങ്ങനെയല്ലേ ടോട്ടൽ പ്രഷർ കാണുക, ആണോ? അതെ, അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ കാണുകയാണെങ്കിൽ ഒരെണ്ണം മാത്രമായിട്ട് എഴുതാം അല്ലെ, P0A ഇൻറ്റു കൈ എ മാത്രം. അപ്പൊ തിയറിറ്റിക്കൽ ആയിട്ട് റോൾസ് ലോ പ്രകാരം നമ്മൾ ആ പ്രഷർ കണ്ടുപിടിച്ചു. ആ വാല്യൂ വന്നത് 40 ആണ്. അപ്പൊ എയുടെ പാർഷ്യൽ പ്രഷർ എത്രയാവുന്നതാണ്, പറ, 40. ഞാൻ പാരാമീറ്റർ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി. അപ്പൊ റീഡിങ് കാണിക്കണത് 50. അപ്പൊ റീഡിങ് കാണിക്കണത് എത്രയാ, 50. അവിടെ എന്താ സംഭവിച്ചത്, ആക്ച്വൽ വാല്യൂ ഈസ് കൂടുതൽ കുറവാണ്, കൂടുതലാണ് അല്ലേ, ശരിയല്ലേ? The experimental value അല്ലെങ്കിൽ actual value is greater than as predicted from Rolle's law. റോൾസ് ലോയിൽ നിന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് അവിടെ പ്രശ്നം വന്നത്. ബുദ്ധിമുട്ടില്ലല്ലോ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. റോൾസ് ലോയിൽ നിന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രഷർ റീഡിംഗ് ആണ് അവിടെ വന്നത്. അപ്പൊ റോൾസ് ലോ പോയി ചെയ്യണ്ട ഇല്ല. എന്ത് ഡീവിയേഷനാ, എന്ത് ഡീവിയേഷനാ പറഞ്ഞ പറ. അപ്പൊ അത് എഴുതി,
the solutions in which the partial vapor pressure of any component, the partial vapor pressure of any component of the solution, the partial vapor pressure of any component of the solution and the total vapor pressure of the solution greater than or less than greater than expected from Rolle's law. Greater than expected from Rolle's law. Greater than expected from Rolle's law. Rolle's law. RAU ആണ് O ആണ് കേട്ടോ. RAOULTS. RAOULTS. Expected from Rolle's law. അപ്പൊ എന്താ കണ്ടീഷൻസ് വരിക? ഡെഫിനിഷൻ ക്ലിയർ അല്ലേ? എക്സ്പെക്ടഡ് ഫ്രം റോൾസ് ലോ. ഒന്ന് വായിച്ചു നോക്കി. ടോട്ടൽ വേപ്പർ പ്രഷർ, സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷറും കമ്പോണന്റുകളുടെ പ്രഷറും ഒക്കെ പറയേ, കമ്പോണന്റുകളുടെ പ്രഷറൊക്കെ ഏതിനേക്കാളും റോൾസ് ലോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും പറയേ കൂടുതലാണ്. അപ്പൊ എങ്ങനെ എഴുതാം? ബോർഡിൽ ശ്രദ്ധിച്ച് പെട്ടെന്ന് എഴുതി അവസാനിപ്പിക്കാം. PA ഗ്രേറ്റർ ദാൻ ആരാ? P0 ഇൻറ്റു കൈ. ശരിയല്ലേ? P0 ഇൻറ്റു കൈ എന്ന് പറഞ്ഞാൽ ഏത് ലോ പ്രകാരമുള്ളതാ? അതിനാണ് കൂടുതലാണ് എന്റെ ആക്ച്വൽ വാല്യൂ. PB ഗ്രേറ്റർ ദാൻ P0B ഇൻറ്റു കൈ B. അത് രണ്ടും എഴുതാം. ഇന്ററാക്ഷൻ എഴുതാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തേക്ക് കിടക്കാം. അപ്പൊ ഇന്ററാക്ഷൻ എഴുതാം. എന്താണ്? ടൈം ആയി, അത് കഴിഞ്ഞു. ഇതൂടെ നെഗറ്റീവ് നാളെ എഴുതാം, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ട പറ്റില്ല. AB intermolecular force is weaker than AA and BB. അപ്പൊ ഡെൽറ്റ വി മിക്സിംഗും ഡെൽറ്റ എച്ച് മിക്സിംഗ് കൂടെ എഴുതി കഴിഞ്ഞാൽ പണി കഴിഞ്ഞാൽ. എക്സാമ്പിൾസ് നാളെ എഴുതല്ല. പോസിറ്റീവ് ഡീവിയേഷന്റെ പ്രശ്നം എന്താ? മിക്സ് ചെയ്യുമ്പോൾ അട്രാക്ഷൻ കുറയുക. അതുകൊണ്ടാണ് കൂടുതൽ മോളിക്യൂൾസ് എങ്ങോട്ട് വരണേ? മോളിലേക്ക് വരണേ. അതാണ് ഈ പ്രഷർ കൂടാനുള്ള കാരണം. മിക്സ് ചെയ്യുമ്പോൾ അട്രാക്ഷൻ എന്താ? കുറഞ്ഞു. ശ്രദ്ധിക്കേ, മിക്സ് ചെയ്യുമ്പോൾ അട്രാക്ഷൻ എന്താ? കുറഞ്ഞു. അപ്പോഴാണ് കൂടുതൽ മോളിക്യൂൾസ് മോളിലേക്ക് വന്നുകൊണ്ടാണ് ഈ പ്രഷർ കൂടാനുള്ള കാരണം. പോട്ടെ, വോളിയത്തിന്റെ കേസ് അന്വേഷിക്കാം. അട്രാക്ഷൻ കൂടുക ചെയ്തേ കുറയുക ചെയ്തേ? മിക്സ് ചെയ്യുമ്പോൾ അട്രാക്ഷൻ കൂടുക ചെയ്തേ കുറയുക ചെയ്തേ? കുറഞ്ഞു. അട്രാക്ഷൻ കുറയുമ്പോൾ മോളിക്യൂൾസ് അകന്നിരിക്കോ അതോ കൂടുതൽ അടുത്തിരിക്കോ? അകന്നിരിക്കും. അപ്പൊ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എന്ത് വേണം? വോളിയം വേണം. അപ്പൊ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്ത് ഉത്തരം എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും. അപ്പോ അടുത്ത കണ്ടീഷനായി എന്താ? ഡെൽറ്റ വി മിക്സിംഗ് എത്രയായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ എന്താ? പോസിറ്റീവ്. ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ പോസിറ്റീവ്. പഠിക്കാനുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ. ഒന്ന് മനസ്സിലാക്കി പഠിക്കാന്ന് മാത്രം. അതുകൊണ്ടാണ് ഇതിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണേ. അല്ലെങ്കിൽ പറഞ്ഞു പോയാൽ മതിയല്ലോ. ഇല്ലല്ലോ, ഒന്ന് മനസ്സിലാക്കുക, ഒരു കണക്ഷൻ ഉണ്ടാക്കി പഠിക്കാം. ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള അട്രാക്ഷൻ കൂടുകയോ ചെയ്തേ കുറയുകയോ ചെയ്തേ? ഇപ്പൊ പറഞ്ഞു തന്നെയാണ് മാഷിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അട്രാക്ഷൻ കൂടുകയോ ചെയ്തേ കുറയുകയോ ചെയ്തേ? അട്രാക്ഷൻ കുറയുള്ളൂ. അട്രാക്ഷൻ കുറയുമ്പോ എനർജി കൂടും. ശരിയല്ലേ? അട്രാക്ഷൻ കുറയുമ്പോ എനർജി കൂടും. അപ്പൊ ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി ചെയ്യുമ്പോ എന്താ? പോസിറ്റീവ് നെഗറ്റീവാ? ഉറക്കെ പറ, പോസിറ്റീവ് ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ ഡെൽറ്റ എച്ച് മിക്സിംഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഡെൽറ്റ എച്ച് മിക്സിംഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. പെട്ടെന്ന് റീകളക്ട് ഇത് എടുത്തു വെച്ചു, കുഴപ്പമില്ല. ബാക്കി എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ, നാളെ എഴുതാം. പെട്ടെന്ന് റീകളക്ട് ചെയ്ത് നിർത്താം. നാളേക്ക് എന്തൊക്കെ പഠിക്കണം? അപ്പോ എന്തൊക്കെ ഈ പാഠത്തിൽ പഠിച്ചു മൊത്തത്തില്? ആദ്യം എന്താണ്? മിഠായി കൊണ്ടുവന്നിട്ട് ലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണോ കഴിച്ചിട്ട് പോവാം. ശ്രദ്ധിക്കാം, ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഇറങ്ങാം. അതായത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സമയം പോയി. ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് പോവാം. ഏതാ? പെട്ടെന്ന് ശ്രദ്ധിക്കാം. അതായത് ഫസ്റ്റ് എന്താ പാഠത്തിൽ വന്നത്? വാട്ട് ഈസ് സൊല്യൂഷൻസ്? എന്താ സൊല്യൂഷൻസ്? പെട്ടെന്ന് സൊല്യൂട്ട് പ്ലസ് കുറവുള്ളത്. ഇനി വേഗം പറഞ്ഞാൽ ഞാൻ പോവാം. കുറവുള്ളത് സൊല്യൂട്ട്, കൂടുതലുള്ളത്
സോൾവെന്റ്. കുഴപ്പമില്ലല്ലോ. കോൺസെൻട്രേഷൻ, എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഡിസോൾവ്ഡ് ഇൻ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് എന്തൊക്കെ മാറുന്നുണ്ട്? മാസ് പെർസെന്റേജ്, വോളിയം പെർസെന്റേജ്, മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ, ppm ഉണ്ട്. മൊളാരിറ്റി പറഞ്ഞേ WB into 1000 by MB into volume in milliliter. Molarity WB into 1000 by MB into WA in kilogram അല്ല gram, സോറി. പിന്നെ ഗ്യാസ് അല്ല സോളിഡ് ഇൻ ലിക്വിഡ്, ലൈക്ക് ഡിസോൾവ് ലൈക്ക് അല്ലേ. ടെമ്പറേച്ചർ എക്സോ ആണെങ്കിൽ കൂടുന്തോറും സൊല്യൂബിലിറ്റി കുറയും അല്ലെ, ഓർമ്മയില്ല. എൻഡോ ആണെങ്കിൽ കൂടുന്തോറും കൂടും. എഫക്റ്റീവ് പ്രഷർ ഉണ്ടോ? ഇല്ല. ഗ്യാസിന്റെ കേസില് ഈസിലി ലിക്വിഫൈബിൾ ഗ്യാസസ് വേഗം ആയിക്കോളും. ടെമ്പറേച്ചറിന് ഇതുപോലെ തന്നെ ജനറലി എക്സോതെർമിക് ആണ്. ആണോ? പിന്നെ ഹെൻറീസ് ലോ സ്റ്റേറ്റ്മെന്റ് അറിയാലോ, പറയുന്നില്ല. രണ്ട് ആപ്ലിക്കേഷൻ ആണ് പഠിച്ചിട്ടുള്ള. ഒരു ആപ്ലിക്കേഷൻ പറയാണ്ട്. രണ്ട് ആപ്ലിക്കേഷനിൽ ഒന്ന് ഹൈ പ്രഷറിൽ സീൽ ചെയ്യുന്നു, രണ്ട് അനോക്സിയ അല്ലെ. ഹെൻറീസ് ലോ സ്റ്റേറ്റ് ചെയ്ത ഒന്ന് the solubility of a gas in a liquid is directly proportional to the partial pressure of the gas above the surface of the liquid. ഇന്ന് പഠിച്ച എന്താ? വേപ്പർ പ്രഷർ. ഇക്വിലിബ്രിയം ആകുന്ന സമയത്ത് ലിക്വിഡിന്റെ മുകളിൽ വരുന്ന പ്രഷറാണ് എന്ത്? വേപ്പർ പ്രഷർ. സോൾവെന്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്താൽ വേപ്പർ പ്രഷർ പറഞ്ഞേ കുറയും അല്ലേ. പിന്നെ റോൾസ് ലോ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ ഫോർ വോളറ്റൈൽ ലിക്വിഡ്സ് the partial vapor pressure of component is equal to the product of the mole fraction of the component and the partial vapor pressure of the pure component. Equations okay alle. Ideal solution enda? Solution switch off by Rolle's law. Delta V mix, delta H mix, interaction C. എത്ര ടൈപ്പ് നോൺ ഐഡിയൽ ഉണ്ട്? ഏതൊക്കെയാ? പോസിറ്റീവ് അട്രാക്ഷൻ കുറയുമ്പോ. അപ്പൊ ഇക്വേഷൻസ് അപ്പൊ എക്സ്പെക്റ്റഡ് പ്രഷർ ആക്ച്വൽ പ്രഷർ എക്സ്പെക്റ്റഡ് പ്രഷറിനേക്കാളും കൂടുതലാണ്. ഡെൽറ്റ വി മിക്സിങ് പോസിറ്റീവ്, ഡെൽറ്റ എച്ച് മിക്സിങ് പോസിറ്റീവ്. ഇത്രയാണ് അതിൽ പഠിക്കാനുള്ളത്. പിന്നെ എക്സാൻഡ് ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന നാളേക്ക് പാടെ ഏകദേശം തീരും കേട്ടോ. 2 ദിവസം കഴിഞ്ഞ് തീരും. അവര് ബർത്ത്ഡേ പാടി കൊടുത്ത ലക്ഷ്മിക്ക് എന്നിട്ട് മിഠായി വിളിച്ച് ഒരു ഒന്ന് ചിക്കണ കൊടുക്ക്, പാട്ട് കൊടുക്ക്. അപ്പൊ എല്ലാവിധ ആശംസകളും. ഇന്നലെ ബർത്ത്ഡേ കേട്ടോ.